السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രാധാന്യത്തെയും സാഹചര്യത്തെയും സംബന്ധിച്ച് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള സത്യസമ്പൂർണമായ ആശയങ്ങളെ, സന്ദേശങ്ങളെ യാതൊരുവിധ മാറ്റങ്ങൾക്കും വിധേയമാക്കാതെ കൃത്യതയോടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, പകർന്നു കൊടുക്കുക എന്നതാണ്. സത്യത്തിൻ്റെ ശബ്ദം സമൂഹത്തിനിടയിൽ മുഴങ്ങുമ്പോൾ അസ്വസ്ഥതകളും ആക്ഷേപങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ പ്രമാണങ്ങളെ മുന്നിൽ വെച്ച് വിവേകത്തോടെ കാര്യങ്ങളെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക എന്നത് ഓരോ കാലഘട്ടങ്ങളിലും നിർവഹിക്കപ്പെട്ട മഹാദൗത്യമാണ്. അതിൻ്റെ തുടർച്ച ഇക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം വിശുദ്ധ ഇസ്ലാം നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ചൊവ്വായ നേരായ മാർഗം അഥവാ സിറാത്തുൽ മുസ്തഖീം, ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ മരണം വരെ സാധിക്കുക, അതല്ലെങ്കിൽ സാധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്താണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ താല്പര്യം? ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കേട്ട് തൽക്കാലം അത് മതി, ഇതിലപ്പുറം ആവശ്യമില്ല, മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരൊഴുക്കിൽ അങ്ങനെ പോയാൽ മതി, ഇതാണോ അതിൻ്റെ താല്പര്യം? അതായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കില്ലായിരുന്നു. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം എന്നുള്ളത്. അതിനായി ഖുർആൻ നടത്തിയ പ്രയോഗങ്ങളിൽ
വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അടിയുറച്ച് നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് നല്ല നിലയിൽ അല്ലാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കുക. ഒന്നിലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണിത്. എന്താണ് ഈ പ്രഖ്യാപനത്തിന്റെ ഉദ്ദേശം? അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അഖ്ലസു അൽ അമല ലില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ഓരോ കാര്യങ്ങളെയും വളരെ ആത്മാർത്ഥതയോടെ നല്ല നിലയിൽ അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുക. അതിൽ കാപട്യമോ അതല്ലെങ്കിൽ നിഷേധമോ പരിഹാസമോ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക്, കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കടന്നുകൂടാൻ പാടില്ല. ശേഷമുള്ള വരികൾ ആ കാര്യമാണ് നമ്മെ ഉണർത്തുന്നത്. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് വഅമിലൂ ബിത്വാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അലാമാ ശറഅല്ലാഹു ലഹു, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് നിയമമാക്കിയത് ആ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിയമലംഘനം പാടില്ല. പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിക്കാനോ ആചരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ല. എന്തുകൊണ്ടാണ്? നാം ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇസ്ലാമിന്റെ അകത്ത് ധാരാളമുണ്ട്. അതിൻ്റെ ഒരു അരികിലൂടെ, ഒരു ചെറിയ ഭാഗത്തിലൂടെ മാത്രം കടന്നു പോകാനാണ് നമ്മുടെ ആയുസ്സിൽ നമുക്ക് സാധിക്കുന്നത്. ഈ നിലപാടിലൂടെ ജീവിക്കുന്നവരാണ് ഇസ്തിഖാമത്തുള്ളവർ. ഇതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹുമുല്ലദീന ലം യുശ്രികൂ ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ മഹത്വത്തിനും അവന്റെ കഴിവിനും ഒരു വിശ്വാസി ഏതെല്ലാം നിലക്കുള്ള അംഗീകാരങ്ങൾ നൽകേണ്ടതുണ്ടോ അതിൽ യാതൊരു മാറ്റവും തന്നെ വരുത്താൻ പാടില്ല. അല്ലാഹുവിന് തുല്യരെയോ പങ്കാളികളെയോ സമന്മാരെയോ അല്ലാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും ഒത്തവരെയോ കണ്ടെത്തുക, അന്വേഷിക്കുക എന്ന ഒരു സംഗതി ഇസ്ലാമിന്റെ ഭാഗമായി കാണുകയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് സത്യപ്പെടുത്തിയ ഒരാൾക്ക് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതിനെപ്പറ്റി ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കണമെന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് ഒരു ചെറിയ ദിക്ർ കൊണ്ടോ ഒരു ചെറിയ വാക്കുകൊണ്ടോ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടോ അന്ധവിശ്വാസത്തെ, പുത്തനാചാരത്തെ അവന്റെ ജീവിതവുമായി ചേർത്തു വെക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരു വിശ്വാസിക്ക് കെട്ടുകഥകളിലേക്കോ സ്വപ്നകഥകളിലേക്കോ ദുർബലവും നിർമ്മിതവുമായ വാക്കുകളിലേക്കോ അന്ധമായ അനുകരണങ്ങളിലേക്കോ കടന്നു പോകാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇസ്തിഖാമത്തിന്റെ താല്പര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നാം എത്ര അധികം ഇടപെടുന്നുണ്ടോ അതെല്ലാം സഹോദരങ്ങളെ നമുക്ക് ഗുണകരമാണ്. ആ ഇടപെടൽ സംസ്കരണ രൂപത്തിലാകാം, വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാകാം, സമകാലിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാകാം. അധാർമികതകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒഴുകി തളം കെട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ അനിവാര്യമെന്നോണം നാം ഇടപെടുന്ന ഓരോന്നും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള സഹായമാണ്. ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള തുല്യതയില്ലാത്ത വക്രതയില്ലാത്ത വിശ്വാസ മേഖലയും കർമ്മമേഖലയും യഥാവിധി ശ്രദ്ധിക്കുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ളത്. പല നിലക്കുള്ള തിരുത്തൽ ശ്രമങ്ങളും എതിർപ്പുകളും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വക്താക്കളും പ്രചാരകരും സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും പണ്ഡിതന്മാരും പ്രബോധകന്മാരും വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ശത്രുസംഘം എത്രത്തോളം ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിനേക്കാൾ എല്ലാം ഉയരത്തിൽ വിശാലതയിൽ സത്യത്തിന്റെ വാഹകരും വക്താക്കളും സമൂഹത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഇക്കാലം വരെയുള്ള ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. വിമർശിക്കുന്നവർ എന്തിനു നേരെയാണ് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉന്നയിക്കുന്നത്? ഒരു വീടിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു നാടിന്റെയോ നേരെയല്ല, മറിച്ച് ലോകത്തിന്റെ രക്ഷിതാവും സംരക്ഷകനും നിയന്ത്രകനും കൈകാര്യകർത്താവും സൃഷ്ടാവും ആയിട്ടുള്ള അല്ലാഹു നമുക്ക് നൽകിയ സന്ദേശങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും നേരെയാണ്. അത്തരം ഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിയതാരാണ്? അല്ലാഹു തന്നെയാണ്. ആ സംരക്ഷണത്തിന് വ്യത്യസ്തങ്ങളായ വഴികൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. സമൂഹത്തിനിടയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നവർ ആ സംവിധാനത്തിന്റെ ഭാഗമാണ്. വാചാലമായി സംസാരിക്കുന്നവർ അതിന്റെ ഭാഗമാണ്. നല്ല നിലക്കുള്ള ചർച്ചകൾ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നവർ എഴുത്തിലൂടെയും ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങളിലൂടെയും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ അതിന്റെ ഭാഗമായി തീരുന്നവർ സമൂഹത്തിലുണ്ടാകും. ആ വസ്തുത അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയത് ഒരു ചെറിയ പദത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ അതിനുവേണ്ടി നടത്തിയ പ്രയോഗം ഉമ്മത്ത് എന്നാണ്, സമൂഹം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ നടത്തിയ പ്രയോഗം ത്വായിഫത്ത്, സംഘം എന്നാണ്. ഈ ഉമ്മത്തിനും ത്വായിഫത്തിനും ഒരു പരിധിയുണ്ട്.
സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാ ജീർണതകളിലും അന്ധതകളിലും അനാചാരങ്ങളിലും മുങ്ങിക്കുളിച്ച് അതിന്റെ പല ഭാഗങ്ങളിൽ പല രൂപത്തിലും കോലത്തിലുമുള്ള ആളുകൾ സഹവസിക്കുന്നു, സഞ്ചരിക്കുന്നു. അതെല്ലാം കൂടിയ ഒരു ഉമ്മത്തി എന്നല്ല, അതൊരു ഖൗമാണ്, ഒരു സമൂഹമാണ്. ഉമ്മത്തി എന്നതിൽ പക്വതയും പാകതയുമുള്ള പണ്ഡിതന്മാർ, വിവേകത്തോടുകൂടി ഇടപെടുന്ന നേതാക്കൾ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ദുആത്ത് പ്രബോധകർ, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി ഇടപെടുന്ന ആളുകൾ, അഗാധ പാണ്ഡിത്യം നേടിയ ഫുഖഹാക്കൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പ്രാവീണ്യമുള്ളവർ, അല്ലാത്ത നിലക്ക് നന്മയെ സഹായിക്കാൻ ആരൊക്കെയുണ്ടോ അതെല്ലാം ഉമ്മത്തിന്റെ പരിധിയിലാണ് വരിക. അതല്ലാത്തതെല്ലാം പുറത്താണ്. ത്വായിഫത്തി എന്ന് ഹദീസിൽ വന്ന ആ പ്രയോഗത്തെ ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും പരിസരത്ത് നിന്നുകൊണ്ട് കേൾക്കുന്നവരാണെങ്കിലും ആധുനിക സംവിധാനങ്ങളിലൂടെ ഇതിനെ ശ്രദ്ധിക്കുന്നവരാണെങ്കിലും നാം ആഗ്രഹിക്കേണ്ടത്, കൊതിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ നബിവചനങ്ങളുടെ ഈ പ്രയോഗത്തിന്റെ ഭാഗമായി തീരണം എന്നതാണ്. അതിന്റെ അപ്പുറം ചിന്തിക്കാൻ പാടില്ല. നാടൊഴുകുമ്പോൾ അതിന്റെ നടുവിലൂടെ അങ്ങനെ ഒഴുകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ചപ്പുചവറുകൾ കുത്തിയൊലിച്ചു പോകുന്നതിന്റെ കൂടെ ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി, ജീർണിച്ച നിർജീവമായ ഒരു വസ്തുവായി നമ്മളും പോകും. അതാണ് പ്രശ്നം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമുക്കാർക്കും അറിയാത്ത ഒരു സമയമുണ്ട്. നമ്മിലേക്ക് അതിഥിയായി മലക്കുൽ മൗത്ത് വരുന്ന ഒരു നേരമാണ്. ആ നേരത്തെ, ആ സമയത്തെ ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെട്ട ഭക്ഷണ തളികയിലേക്ക് സന്തോഷത്തോടെ കൈകൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ നേരെ നീട്ടപ്പെട്ട മധുരപാനീയം അത് വാങ്ങി കുടിക്കാൻ കഴിയില്ല. വ്യത്യസ്ത നിറങ്ങളുള്ള നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയില്ല. ആധുനിക സൗകര്യങ്ങളുടെ പുരോഗതികളുടെ നടുവിൽ അന്തം വിട്ട് കറങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയില്ല. എന്തേ കാരണം? നാം ഓരോരുത്തരും ഒറ്റക്കാകാൻ ആരംഭിക്കുന്ന നിമിഷമാണ് നമ്മുടെ ആത്മാവിനെ പരിപൂർണമായി പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന നേരം. ആ സമയത്ത് കൂടക്കൂടികളായി സമൂഹത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പല രൂപത്തിലേക്കും മാറ്റപ്പെട്ടവരായി അങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നാളെയുടെ ലോകത്ത് നന്മയുടെ പട്ടിക കാലിയാവുകയും തിന്മയുടെ പട്ടിക അതങ്ങനെ നീണ്ട് വികസിച്ച് കാണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ കൃത്യമായി തെളിവോടെ എന്ത് വായിക്കുന്നുണ്ടോ അതിൽ യാതൊന്നും കുറക്കുന്നില്ല, എന്ത് കാണിക്കുന്നുണ്ടോ അതിൽ നിന്ന് യാതൊന്നും മറച്ചു വെക്കുന്നില്ല. എന്തിന് വായിക്കുന്നു, എന്തിന് കാണിക്കുന്നു, ഇതാണ് യാഥാർത്ഥ്യം എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ആ ഒരു ദൗത്യം നിർവഹിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിന് തുല്യരെ ഉണ്ടാക്കുക, പങ്കാളികളെ ഉണ്ടാക്കുക എന്ന അക്രമങ്ങളിൽ, അന്യായങ്ങളിൽ ഏറ്റവും വലിയ അന്യായമായിട്ടുള്ള ശിർക്ക് അത് സമൂഹത്തിൽ തഴച്ചു വളർന്ന് വീർത്ത് വലുതായിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷങ്ങളിലെ അധ്യാപനങ്ങളെ ഒന്നൊഴിയാതെ മുറുകെ പിടിക്കുക, പിൻപറ്റുക എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശത്തെ അവഗണിക്കപ്പെടുന്ന അവസ്ഥ സമൂഹത്തിലുണ്ടാകും.
പ്രമാണങ്ങൾക്ക് വിലയുണ്ടാവുകയില്ല. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും മുന്തിക്കപ്പെടുന്ന, അതിന്റെ പിന്നാലെ സമൂഹം വിയർത്ത് ഓടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതില്ലാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തുറന്നു കാണിക്കുന്നത്. സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി എത്ര ഉറക്കെ നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞാലും വിമർശകർ, എതിരാളികൾ എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത് സത്യത്തിന്റെ തോലണിഞ്ഞ് കുപ്പായമണിഞ്ഞ് രംഗത്ത് വരിക എന്നതാണ്. അതിനുവേണ്ട അടയാളങ്ങൾ അവർ സ്വീകരിക്കും. വാചാലമായ സംസാരമുണ്ടാകും, വേഷവിധാനത്തിൽ സ്വാധീനമുണ്ടാകും. അതുപോലെ തന്നെ അവർ അറ്റം മുറിച്ച്, അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഭാഗം അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ശൈലി കണ്ടാൽ അതിലൊക്കെ വീണുപോകും. അതെല്ലാം സ്വാഭാവികമാണ്, പൈശാചികമാണ്. എന്തേ കാരണം? ലോകത്ത് പൗരോഹിത്യം വിജയിച്ചത് ആ ഒരു തന്ത്രത്തിലൂടെയാണ്. പുരോഹിത പാതിരിമാർ ലോകത്ത് വിജയം കൈവരിച്ചത്, അവർക്ക് ഉയർച്ച ഉണ്ടായത്, അവർക്ക് സ്വാധീനവും സ്ഥാനമാനങ്ങളും നേട്ടവും കിട്ടിയത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. വേഷം കൊണ്ട് നല്ല ആളുകളായി, വാചാലമായി സംസാരിക്കാൻ അവർ ശ്രമിച്ചു. ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉയർത്തി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ രംഗത്ത് വന്നു. ഇങ്ങനെ വരുന്ന ആളുകൾ സത്യത്തിന്റെ വക്താക്കളെ അതേ കാര്യം കൊണ്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് വിമർശനമായി മറുപടിയായി വന്നവർ ആദ്യം ചെയ്ത പണി അതാണ്. കുണ്ടുതോട് അങ്ങാടിയിൽ വളരെ കൃത്യമായി എണ്ണി നമ്മൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള വൈരുദ്ധ്യങ്ങളെ, തെറ്റുകളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിലേക്കൊന്ന് കടന്നു വരാൻ വിമർശനവുമായി വീണ്ടും വന്നവർക്ക് സാധിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? ഖുർആനും ഹദീസും ഓതി കാര്യങ്ങൾ വിശദീകരിച്ച നമ്മളെ എന്ത് ചെയ്തു? പുരോഹിതന്മാരാക്കി, പൗരോഹിത്യത്തിന്റെ ആളുകളാക്കി മാറ്റി. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക, ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ ആ കാലഘട്ടത്തിലെ ജനസമൂഹം അവരുടെ പ്രവാചകന്മാരിലേക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്തതും, അങ്ങനെ പൗരോഹിത്യം അവരുടെ താല്പര്യങ്ങളിലൂടെ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയപ്പോൾ ആ പൗരോഹിത്യത്തിന്റെ കീഴിൽ നിന്നിരുന്ന സമൂഹം അതിനോട് സമീപിച്ച സമീപനങ്ങളെയും പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ പൗരോഹിത്യം സഭ കൂടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ അതിലേക്ക് ചേർത്തി വെക്കുകയും അവർക്ക് ഇഷ്ടകരമല്ലാത്തത് അതിൽ നിന്ന് വെട്ടിക്കുറക്കുകയും ചെയ്തപ്പോൾ അത് തെറ്റാണ്, വേദഗ്രന്ഥത്തിലുള്ളത് ഇന്നതാണ് എന്ന് തിരുത്താൻ അവിടെ മറ്റൊരു മാർഗമില്ലാതിരിക്കുകയും പുരോഹിതന്മാർ ഓരോ കാലത്തും പറയുന്നതിനെ അങ്ങനെ തന്നെ വാതൊടാതെ വിഴുങ്ങുകയും ചെയ്തിരുന്ന ഒരു ചുറ്റുപാട് ആ കാലഘട്ടത്തെ ആളുകൾക്കുണ്ടായിരുന്നു എന്നും അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. കേട്ടല്ലോ, ഈ ആയത്ത് ഏതാ? പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച സത്യത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ഓരോ കാലഘട്ടത്തിലെയും പുരോഹിതന്മാർ ചെയ്ത പണിയെ എതിർത്തുകൊണ്ട് അല്ലാഹ് ഇറക്കിയ ആയത്താണ്. പണ്ഡിത പുരോഹിത പാതിരിമാരുടെ അപകടത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, പല സ്ഥലങ്ങളിലും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തോടിയിട്ട് അക്കാലത്ത് പ്രവാചകന്മാരെ എതിർക്കാൻ പ്രമാണിമാരും പുരോഹിതന്മാരും അവിശ്വാസികളും രംഗത്ത് വന്നതുപോലെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ഒരു പ്രത്യേക വേഷത്തിൽ വാചാലമായി രംഗത്ത് വരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അകം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാമിന്റെ കൃത്യമായ സന്ദേശത്തെ സത്യസന്ധമായി പഠിപ്പിക്കുന്നവർ, ആ പഠിപ്പിക്കുന്നവരെ തൊട്ട് ജനങ്ങളെ തടയാൻ പണ്ഡിത പുരോഹിതന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്, അതുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതാണ്. അന്യായമായി ജനങ്ങളുടെ സമ്പത്തവർ തിന്നു തീർക്കും എന്നാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വിലപിടിപ്പുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ
ദിക്റാണ്, സ്വലാത്താണ്, പ്രാർത്ഥനയാണ്, സിയാറത്ത് യാത്രയാണ്. ആ നിലക്ക് അങ്ങനെ ലിസ്റ്റിട്ട് അവതരിപ്പിക്കും. അതിലൊക്കെ ബില്ലടക്കണം. ഒരു ഖബർ സന്ദർശിക്കാൻ ഒരു ബില്ലടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ എവിടെയും ബില്ലടക്കണ്ട. നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഖബർ സന്ദർശിക്കാൻ ബില്ലടക്കണ്ട. ഒരു സ്വലാത്തിനോ ഒരു ദിക്റിനോ ഒരു ദുആക്കോ ഒരു രൂപ പോലും അടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഉസ്താദുമാർ നീണ്ട പട്ടിക പാസ്സാക്കും. അതെന്തിനാ? കുറച്ച് പൈസ കിട്ടണം. അത് ഖുർആൻ പറഞ്ഞതാണ്. പിന്നെയോ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ മുടക്കുന്നവരായിരിക്കും, തടയുന്നവരായിരിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതിന്റെ താല്പര്യം എന്താണ്? അൻ ഇത്തിബാഇൽ ഹഖ്, സത്യത്തെ പിൻപറ്റുക എന്നതിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഒരു സത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മുമ്പിൽ വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. ഇസ്ലാമിന്റെ സ്വീകാര്യമായ ചരിത്രങ്ങൾ നമ്മോട് പറഞ്ഞ വസ്തുതയുണ്ട്. അതിൽ നിന്ന് നമ്മുടെ കാതുകളെ അടപ്പിക്കുക, നമ്മുടെ കണ്ണുകളെ കെട്ടിവെക്കുക, മൂടിവെക്കുക, നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുക. ഇതാണ് പുരോഹിതന്മാർ, പാതിരിമാർ ലോകത്ത് ചെയ്ത പണി. പിന്നെയോ വയുൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴക്കുക. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒരു ദിക്റിന്റെ ഫضل ശ്രേഷ്ഠത പറയും, എന്നിട്ടോ ഉസ്താദിന്റെ വക വേറെ ദിക്ർ കൊണ്ടുവരും. ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തിന്റെ പോരിശ് എങ്ങനെ പറയും, എന്നിട്ടോ ഇല്ലാത്ത കുറെ സ്വലാത്തുകൾ പഠിപ്പിക്കും. അതേപോലെ നിസ്കാരത്തിന്റെ പോരിശ പറയും, ഇല്ലാത്ത കുറെ നിസ്കാരങ്ങൾ പഠിപ്പിക്കപ്പെടും. നോമ്പിന്റെ പോരിശ പറയും, ഇല്ലാത്ത കുറെ നോമ്പുകൾ പഠിപ്പിക്കപ്പെടും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ വയുദ്ഹിറൂന ലിമനിത്തബഅഹും മിനൽ ജഹ്ല, അജ്ഞത ബാധിച്ച ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, ഖുർആനെ വേണ്ടത്ര അറിയാത്തവർ, ഹദീസുകളെ പറ്റി ബോധമില്ലാത്തവർ, അവരെ മുമ്പിൽ ഇവരിങ്ങനെ പലതുങ്ങനെ പ്രകടിപ്പിക്കും. ചാടിയും ആടിയും തലകുത്തിമറിഞ്ഞും ഉരുണ്ടുമറിഞ്ഞും അങ്ങനെ പലതുങ്ങനെ പ്രകടിപ്പിക്കും. ഈ വേഷധാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അജ്ഞരായ ആളുകൾ കണ്ടാൽ അവരിങ്ങനെ വിറച്ചു പോകും. അവർ വല്ലാതെ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടും. വല്ലാത്ത ഒരു ഉസ്താദാണ്, വല്ലാത്തൊരു ഷെയ്ഖാണ്, വല്ലാത്തൊരു നേതാവാണ്, അങ്ങനെ ഇവർ പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണമായി പഠിപ്പിക്കപ്പെടുകയാണ്. ആളുകൾ വിചാരിക്കുക അന്നഹും യദ്ഊന ഇലൽ ഖൈർ, ഉസ്താദുമാരല്ലേ, അവരെങ്ങനെ തെറ്റിലേക്ക് നമ്മളെ വിളിക്കുക, അവരെങ്ങനെ കേടായ മോശമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുക, അവർ ശരിയിലേക്കല്ലേ വിളിക്കൂ. ഇതാണ് സാധാരണക്കാരന്റെ വിചാരം. എന്നാലോ ഈ സാധാരണക്കാരൻ വിചാരിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഈ പുരോഹിതന്മാർ വാദിക്കുന്ന പോലെയല്ല കാര്യം. ബൽഹും ദുആത്തുൻ ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്നവരാണ്, സ്വർഗത്തിലേക്ക് വിളിക്കുന്നവരല്ല. വിശ്വാസങ്ങളിലേക്ക് വിളിക്കുന്നവരല്ല, അന്ധവിശ്വാസങ്ങളിലേക്കാണ്. ആചാരങ്ങളിലേക്ക് വിളിക്കുന്നവരല്ല, അനാചാരങ്ങളിലേക്കാണ്. ഇതാണ് അവരുടെ പ്രശ്നം. വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ, അന്ത്യനാളിൽ ഒരു സഹായം കിട്ടൂല. ഉസ്താദ് എവിടെ, ഷെയ്ഖ് എവിടെ, ബീവി എവിടെ, സെക്രട്ടറി എവിടെ, പ്രസിഡന്റ് എവിടെ, നേതാവ് എവിടെ? ആരും കിട്ടൂല. എല്ലാരും കൈയൊഴിയും, ആരും ഉണ്ടാകൂല. ഇതാണ് യഥാർത്ഥത്തിൽ സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാർ ഇക്കാലവും ചെയ്തു വന്നിരുന്ന കാര്യം. ഇതാണ്, അതിലപ്പുറം ചെയ്തിട്ടില്ല. എന്നാലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീമാബദ്ധങ്ങളെ, മാരകമായ വിഷം നിറഞ്ഞ ആശയങ്ങളെ മൂടിവെക്കാനുള്ള ഒരു പുതപ്പായി, ഒരു അലങ്കാര വസ്തുവായി അവർ കണ്ടത് എന്താണെന്നറിയോ? സത്യത്തിന്റെ ആളുകളെ നന്നായി അവരെ സ്വഭാവത്തിന്റെ ആളുകളാക്കിയാണ് മാറ്റുക. അത് എളുപ്പമാണ്. എന്താ സഹോദരങ്ങളെ ഇതിന്റെ അപകടം? സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാർ ഓരോ സാഹചര്യത്തിലും ചെയ്തു വന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. ആ പരിശോധനയുടെ അനന്തരഫലം ഇതായിരിക്കും എന്ന് ബോധ്യമാകും. എന്തായിരുന്നു? അല്ലാഹു രണ്ടുണ്ട് എന്ന് ഈ കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു മുസ്ലിയാർ വാദിച്ചിരുന്നു. രണ്ടല്ലുണ്ട് ഞാൻ വാദിക്കുന്നു. ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയുമോ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാർക്ക് അറിയാത്ത ഉസ്താദല്ലല്ലോ.
അതല്ലെങ്കിലോ പഴയകാല ഉസ്താദുമാരെ തള്ളുന്ന പുതിയ കാല മുസ്ലിയാക്കന്മാർ ഉള്ള കാലാണ്. പഴയ ഉസ്താദുമാരെ പേര് കേട്ടാൽ തന്നെ വിറക്കാണ്. ഇൻഷാ അല്ലാഹ് കാണിച്ചുതരാം ഓരോ കാര്യങ്ങളും. ആരാ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ? സമസ്തക്ക് വേരോട്ടമുണ്ടാക്കിയ, സമസ്തയെ നന്നായി വെള്ളം കൊടുത്ത് പാല് കൊടുത്ത് വളർത്തിയ ആളാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. നെടിയിരിപ്പിൽ വെച്ച് ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായി ഉണ്ടായ ചർച്ചയിൽ, സംസാരത്തിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അല്ല ഒന്നാണ് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടാണ് സ്ഥാപിക്കും എന്ന് പറഞ്ഞ ആളാ പതി. തിരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ മഹത്തായ നാമത്തെ, ആ നാമത്തെ കളിയായി തമാശയായി സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറഞ്ഞെടുത്ത് പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമാണ്, അയ്യാ മൂസ, ഹോ മൂസ, ഇന്നി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബായ അല്ല ഞാനാണ്. ഇത് അറിയാത്ത ഒരു സാധാരണക്കാരനുണ്ടോ? അല്ലാ എന്ന ആ നാമത്തിന് തുല്യമായി ഒന്ന് ഞാൻ വാദിക്കുമെന്ന് തമാശക്ക് പറയാൻ പറ്റുമോ? ഒരാളെ തകർക്കാനോ പരാജയപ്പെടുത്താനോ അങ്ങനെ വാദിക്കാനോ ജലിപ്പിക്കാനോ പറ്റുമോ? ഒരു സാധാരണക്കാരനല്ല, അറിയപ്പെട്ട ഒരു മുസ്ലിയാർ പറഞ്ഞ ഒരു കാര്യമാണ്. അതില്ല എങ്കിൽ ഉസ്താദുമാര് പറയണം. അതിന്റെ തെളിവുകളൊന്നും ഇന്നും പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഒന്നു രണ്ടുമല്ല, നന്നായി വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ അതെല്ലാം കൃത്യമായി വായിച്ച് നമ്മൾ പോകും. അതിന്റെ ഒന്ന് ഇതാ, ഷംസുൽ ഉലമക്കൊരു തുറന്ന കത്ത്, ഒന്നാണത്. ഇനി അതിന്റെ ബാക്കി ഇതിലുണ്ട്. ഷംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്ന ആ പുസ്തകത്തിൽ ആ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഞാൻ രണ്ട് അള്ളണ്ടെന്ന് വാദിക്കും. എന്തുകൊണ്ടാ സഹോദരങ്ങളെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്താൻ കാരണമായത്? മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ആരാണ്? ഞാനാണ് അള്ളാഹു, ലോകത്തിന്റെ റബ്ബ് ഞാനാണെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ആ സംസാരത്തിന്റെ, ആ വാക്കിന്റെ വലിപ്പം എന്താണ്? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, അൽ ഫഅാലു ലിമാ യശാ, ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ്. ലാ ഇലാഹ ഗൈറു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. വലാ റബ്ബ സിവാഹു, അവനല്ലാതെ ഒരു രക്ഷിതാവില്ല. തആല, അവൻ ഉന്നതനാണ്. വതഖദ്ദസ, പരിശുദ്ധനാണ്. വതനസ്സഹ, ന്യൂനതകളില്ലാത്തവനാണ്. എന്തിൽ നിന്നൊക്കെ? അൻ മുമാസിലത്തിൽ മഖ്ലൂഖാതി, സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക, സൃഷ്ടികളോട് താരതമ്യം ചെയ്യുക. ഫിദാത്തിഹി, അല്ലാഹുവിന്റെ അസ്തിത്വത്തിൽ. വസിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളിൽ. വാഖ്വാലിഹി, അവന്റെ വാക്കുകളിൽ. വഅഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ. സുബ്ഹാന, അവൻ പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ ദാത്തിലോ അവന്റെ വിശേഷണങ്ങളിലോ അവന്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ സഹോദരങ്ങളെ അങ്ങനെ ഒന്ന് ചിന്തിക്കാനേ പാടില്ല. ഇത് ഇസ്ലാമിന്റെ തകർക്കപ്പെടാൻ പറ്റാത്ത അടിത്തറയാണ്. ഇത് ഇസ്ലാമിന്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ലുമ തൊട്ട് കളിച്ചാൽ കളിച്ചവൻ തെറ്റിപ്പോകും. അതാണ് പ്രശ്നം. എത്രത്തോളം നോക്കൂ നിങ്ങൾ. ഇത് എഴുതുക മാത്രമല്ല, അവസാനം CM മടവൂർ എന്ത് പറഞ്ഞു? CM മടവൂർ ഞാൻ അള്ളയാണ് എന്ന് വരെ പറഞ്ഞു. ഞാൻ അള്ളയാണ്. ഇത് ഈ നാട്ടിലുള്ളവർ കേൾക്കണം, ഉസ്താദുമാരെ നാവിലൂടെ കേൾക്കണം. ഒന്നിനും കഴിയാതെ സ്വന്തം ജീവിതത്തിലെ രോഗങ്ങളെപ്പോലും ഒന്ന് ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ കഴിയാതെ 30 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പറഞ്ഞു തരേ ഞാൻ അള്ളയാണ്. കേട്ടോളി. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. കേട്ടല്ലോ, ഹുവ ഹികായത്തും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയതാണ്. എന്ത്? അനല്ലാ, ഞാൻ അള്ളയാണ്.
എന്തിനാ ഇതിങ്ങനെ ആവർത്തിച്ച് കാണിക്കുന്നത്? കുണ്ടുതോട് കാണിച്ചല്ലോ. എന്തേ ഉസ്താദുമാരെ സഖാഫിമാരെ തൊടാതെ പോയത്? എന്തേ നിങ്ങൾ തൊടാതെ പോയത്? തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും, അതുകൊണ്ട് തൊട്ടില്ല. തൊട്ടാ പൊള്ളും. ഇതൊരു തീക്കട്ടയാണ്. ആ തീക്കട്ട നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അനല്ലാ എന്ന പ്രയോഗം ആരെക്കുറിച്ചാ ഖുർആൻ നടത്തിയത്? ഇനി ആരെക്കുറിച്ചെങ്കിലും നടത്തുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് നടത്തുകയില്ലേ? ഉണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു വാക്ക്, 4 ഖലീഫമാർ പറയാൻ ധൈര്യപ്പെടാത്ത ഒരു വാക്ക്, ഉത്തമ തലമുറയിൽ ജീവിച്ചവർ പറയാത്ത ഒരു കാര്യം, ഇക്കാലത്ത് ജീവിച്ച ഭ്രാന്തനായിക്കൊണ്ട് മരിച്ച ഒരാൾ അനല്ലാ, ഞാൻ അല്ലാഹ് പറഞ്ഞു. ഇതാണ് നമ്മൾ സമൂഹത്തെ കേൾപ്പിക്കുന്നത്. ഇത് കുറച്ച് അപകടമാണ്. ഇത് നമ്മൾ കേൾപ്പിക്കുമ്പോൾ നമ്മളെ പറ്റി പുത്തൻവാദികൾ, ആട്ടിപ്പുറത്താക്കണ്ടോല്, അല്ലേ, എന്തൊക്കെയാണ് പറയാ? എന്തെല്ലാം നമ്മൾ കേൾക്കണം? ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത ശുദ്ധ അനിസ്ലാമികം, പത്തരമാറ്റ അനിസ്ലാമികം, അത് വിളിച്ചു പറയാ. അത് വിളിച്ചു പറയുന്ന ആളുകൾ നല്ല മുന്തിയ ഇസ്ലാമിന്റെ ആളുകൾ. അതിനെ പ്രാമാണികമായി നേരിടുന്നവർ അവിശ്വാസികൾ, പുത്തൻവാദികൾ, ആട്ടിപ്പുറത്താക്കേണ്ടവർ. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ് പാടി നടക്കുന്നത്? ഇതേതാ പുസ്തകം എന്നറിയോ? തൗഹീദും ശിർക്കും, നാട്ടികവി മൂസ മുസ്ലിയാർ. ഈ ഉള്ളവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാട്ടിക ഉസ്താദ് മരിക്കുന്നത്. എന്താ ഈ പുസ്തകത്തിൽ? ഈ പുസ്തകത്തിൽ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളെ എന്ത് പറഞ്ഞാ വിശേഷിപ്പിക്കുന്നത് അറിയോ? അസ്ലിയായ കാഫറുകളെക്കാളും മോശാണ്. ആരാ അസ്ലിയായ കാഫറുകൾ? മക്കയിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട അന്നത്തെ അവിശ്വാസികൾ, അവരെക്കാളും മോശമാണ് തൗഹീദുള്ളവർ, സുന്നത്തുള്ളവർ, യഥാർത്ഥ അഹ്ലു സുന്നക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. നിങ്ങൾ പറഞ്ഞു വേദനിപ്പിച്ചിട്ടില്ലേ? ഞങ്ങളാണോ നിങ്ങളെ പറഞ്ഞത്? ഒരു വ്യക്തിയെ പറ്റി ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമാണവിരുദ്ധമായ അനിസ്ലാമികമായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പ്രാമാണികമായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നല്ലാതെ എന്താ ഞങ്ങൾ ചെയ്തത്? അപ്പോ അസ്ലിയായ കാഫറുകളെക്കാൾ മോശമാണ്. ഇനിയോ അതുകൊണ്ട് തീർന്നില്ല. ഇന്നും പിൻവലിക്കപ്പെടാത്ത ഒരു പുസ്തകമാണ് തർക്കുൽ മുവാലാത്ത്, ബന്ധവിച്ഛേദനം. ആരാ എഴുതിയത്? സമസ്ത AP വിഭാഗത്തിന്റെ പ്രസിഡന്റായിരുന്ന, പഴയകാല പ്രസിഡന്റായിരുന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹം എഴുതിയാണ് തർക്കുൽ മുവാലാത്ത്. ആരോടാ ബന്ധം വിച്ഛേദിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന, 5 നേരം ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന, വിശ്വാസികൾ അറുത്തത് ഭക്ഷിക്കുന്ന ഒരു മുസ്ലിമിനോടുള്ള നിലപാട് പഠിപ്പിക്കാൻ ഉസ്താദുമാരെ നിങ്ങൾ എഴുതി പിടിപ്പിച്ച പുസ്തകം തർക്കുൽ മുവാലാത്ത്. മുജാഹിദുകൾ അങ്ങനെ ഒരു പണിക്ക് പോയിട്ടില്ല. തർക്കുൽ മുവാലാത്ത് മാത്രല്ല, പ്രമേയം നിങ്ങൾ പാസാക്കിയില്ലേ? സലാം പറയാൻ പാടില്ല. എന്തൊക്കെയാണ്? സലാം പറയാൻ പാടില്ല, അടുപ്പിക്കാൻ പാടില്ല, നിക്കാഹ് പാടില്ല, മഹല്ലിക്ക് അടുപ്പിക്കാൻ പാടില്ല. എന്തൊക്കെ? അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഉസ്താദുമാര് കുടുങ്ങി. എന്താ? അങ്ങനെ പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. കേസായില്ലേ? പ്രശ്നമായില്ലേ? നിക്കാഹിന് രജിസ്റ്റർ കൊടുക്കാതിരുന്നാൽ, ഖബർസ്ഥാനിലേക്ക് കയറ്റാതിരുന്നാൽ കോടതിപ്പടി കയറേണ്ടി വരും. അതാണ് അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചു പോകുന്നവരെ വേദനിപ്പിച്ചാൽ അതിനുള്ള കാര്യങ്ങൾ നിയമപരമായി തന്നെ കിട്ടും. അതാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ഇത് ചെറിയ AP ഉസ്താദ് ഇത് കാണിക്കുന്നതിനറിയോ? നമ്മുടെ മമ്പാടുള്ള സഖാഫിക്ക് വല്ലാത്ത പ്രശ്നമുള്ള പുസ്തകമാണത്. 1-2 സ്ഥലത്ത് വായിച്ചപ്പോ മൂപ്പരൈമന് തടി ഊരാൻ നോക്കിയിരിക്കണം. ആകപ്പാടെങ്ങനെ ഇത് AP ഉസ്താദിന്റെ അത്ര ആ AP ഉസ്താദിനെ പറ്റി പറയണ്ടോ? അങ്ങനെ എങ്ങനെ? അതല്ലല്ലോ വിഷയം. എന്താണ്? ചെറിയ AP ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം സ്മരണികയായി ഇറക്കിയ പുസ്തകം. അപ്പൊ എന്താ? മുജാഹിദുകളെ പറ്റിയാണ് ചോദ്യം. എന്താ ഉള്ളത്? മുസ്ലിം സമൂഹത്തിൽ മുജാഹിദുകൾ അവിശ്വാസികളെക്കാൾ അപകടകാരികളാണെന്ന് പറയാം, കാഫിറാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഈ അവിശ്വാസിന്റെ അറബി എന്താ? അവിശ്വാസിക്ക് എന്താ വേറെ അറബി ഉണ്ടോ? അവിശ്വാസികളെക്കാൾ അപകടം എന്ന് പറഞ്ഞ കാഫിറിനേക്കാൾ അപകടം എന്നാ കാഫിറാന്ന് പറയണ്ട.
നല്ല രസമുണ്ട്. അപ്പോഴാണ് ഉപയോഗിച്ചത്, അനക്കെന്താ കാഫിറിനെ പറ്റി അറിയാം, എനിക്കൊന്നും അറിയണ്ട, അത് പറഞ്ഞെന്നാ മതി എന്താന്നുള്ളത്. അത്രേ ഉള്ളൂ. അവിടുന്ന് അറിവ് നേടേണ്ട ആ ഒരു അപജയൊന്നും നമുക്ക് അല്ലാതെ തോപ്പിക്കൊണ്ടില്ല. അതുകൊണ്ട് അത് വേണ്ട. ഇനിയോ ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ? നമ്മൾ തൗഹീദ് പറയുമ്പോ ഇങ്ങനെ കാഫിറുകളെ അല്ലെങ്കിൽ ബന്ധം പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളാ. ഇത് കണ്ണിയത്തിന്റെ പ്രാർത്ഥന എന്ന പുസ്തകം. ഇതാരെ എഴുതിയത്? മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട്. എന്താണ് ഈ കണ്ണിയത്തിന്റെ പ്രാർത്ഥന? സമസ്തക്കെതിരെ കേസ് കൊടുത്തവർക്ക് ആരും ഒത്താശ ചെയ്ത് കൊടുക്കരുത്, അവരുടെ യോഗത്തിൽ പങ്കെടുക്കരുത്. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ. ശാപപ്രാർത്ഥന. ആർക്കെതിരെ? 989 സംഘടനാപരമായി സമസ്ത രണ്ടായപ്പോൾ അന്ന് കണ്ണിയത്ത് AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിനെതിരെ നടത്തിയ ശാപപ്രാർത്ഥന. ഇതൊക്കെ സമൂഹം അറിയണം. പിന്നെന്താ പറയണത്? അവരെയും അവരുടെ അഹ്ലുകാരെയും അള്ളാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. ഇതാരാണ്? ഒരേ പാളയത്തിൽ കൂടെ കളിച്ച് പ്രവർത്തിച്ച് നടന്ന ആളുകളാണ്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ വേദനിപ്പിക്കല്ലോ വേണ്ടത്, വസ്തുതകൾ. അതാണ് പറഞ്ഞതിനെ പ്രാമാണികമായി നേരിടാനുണ്ടോ എതിർക്കാനുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി നോക്കൂ നിങ്ങൾ, മറുപടിക്ക് വന്നവർ ഏത് രൂപത്തിലാണ് മറുപടി പറഞ്ഞത് എന്ന് കൂടി കേൾക്കുക. നല്ല രസമുള്ള 2 പ്രയോഗം ഉണ്ടാവും, കേട്ടു. എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് ഇൻഷാ അള്ളാഹ് വട്ടം പോലെ വഹാബ് സഖാഫിയെ സംഘാടക സമിതിക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേട്ടല്ലോ, പത്തപ്പിരിയൻ സഖാഫി പറയാണ് എരിയും പുളിയും കേട്ടി ഇനി മമ്പാട് സഖാഫി പറയുന്ന. എന്താ എരിയും പുളിയും കൂട്ടുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താ? മൂപ്പരടുത്ത് പ്രമാണമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ആയത്തും ഹദീസും ഓതിങ്ങാണ്ട് തൗഹീദും സുന്നത്തും പഠിപ്പിക്കാനൊന്നും അല്ല സാധു വന്നിക്കണത്. എരിയും പൂളിയും കൂട്ടിങ്ങാണ്ട് കുറച്ച് അച്ചാറും സാധനമൊക്കെ ഇട്ടെന്നുകാണ്ട് ഇങ്ങനെ ചിരിപ്പിച്ചാണ് പോകും. 1.25 മണിക്കൂറോളം പ്രസംഗിച്ചിട്ട്. മനസ്സിലായല്ലോ? ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയേത് തെറ്റേതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര പ്രയാസത്തോടെ അത് കേൾക്കല്. അങ്ങനെ 1.25 മണിക്കൂർ കേട്ടിട്ട് സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും ഓതി നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ ഒന്ന് നേരിട്ടിരുന്നുവെങ്കിൽ നമുക്കൊന്ന് സന്തോഷിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തേ? എരിയും പുള്ളിയും കൂട്ടി കുറെ അങ്ങനെ ശബ്ദമിട്ട് പോയി. പിന്നെ കുണ്ടുതോട് പരിപാടി വെച്ചത് മൂപ്പർക്ക് പറ്റിയിട്ടില്ല. എന്താ കുണ്ടോട് അങ്ങാടിക്ക് വന്നു, എന്താ ഇടവണ്ണ അങ്ങാടിയിൽ വരാത്തതെന്ന്? എടവണ്ണ അങ്ങാടിയിലൊക്കെ അൽഹംദുലില്ലാ തൗഹീദും സുന്നത്തൊക്കെ നല്ലോണം അത്യാവശ്യം വാരിക്കോരി വിളമ്പി കൊടുത്തൊരു സ്ഥലമാണ്. അത് കിട്ടേണ്ട സ്ഥലം എവിടെയെന്നറിയോ? കുണ്ടുതോട് തന്നെയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ മറുപടി കുണ്ടുതോട് വെച്ചത്. കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ അതൊരു പക്ഷേ ആധുനിക ഉസ്താദുമാർക്ക് അത്ര ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ മുതൽ കുണ്ടുതോടിന്റെ വിഷയം മുജാഹിദ് പ്രസ്ഥാനം ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇനി എന്തിനാ ഇങ്ങോട്ട് വന്നത്? 2ാമത്തെ റൗണ്ട് ഇവിടെ വേണ്ടത്. അതിന് പറ്റിയ 2 ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടാണ് നമ്മൾ അൽഹംദുലില്ലാ ഇവിടേക്ക് തെരഞ്ഞെടുത്തത്. ഇവിടുത്തെ നല്ലവരായ ഇത്തരം കാര്യങ്ങളെ ഓൺലൈനിലൂടെയും നേരിട്ടുമൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലവരായ കുറെ രക്ഷിതാക്കളും കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ പത്തപ്പിരിയും സമീപ പ്രദേശങ്ങളൊക്കെ. അപ്പൊ അവിടുത്തെ ആളുകൾ കൂടി ഇതൊന്ന് അറിയട്ടെ. ഇതാണ് ഉസ്താദുമാരുടെ അകം ഇതാണ് എന്നവരറിയട്ടെ. അതിനു വേണ്ടി തന്നെയാണ് ഇവിടേക്ക് അത് മാറ്റിയിട്ടുള്ളത്. ഇനി എന്താണെന്നറിയോ? ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് വിശ്വാസപരമായി സമസ്തക്ക് വന്നതായ അധപ്പതനം അല്ലെങ്കിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ ഒന്നിങ്ങനെ കടന്നു പോകുകയാണ്. നമ്മൾ കടന്നു പോകാൻ വെറുതെ പോകണ്ട, പഠിച്ചെന്നെ പോകാൻ ഇൻഷാ അല്ലാഹ്. ഓരോന്നുമായി ബന്ധപ്പെട്ട ആയത്തുകളും മറ്റും പഠിച്ച് മനസ്സിലാക്കി തന്നെ പോകാം. ആദ്യം ഒന്ന് കേൾക്കുക. മൂപ്പര് വളരെ ഒരു വലിയ നല്ല ഒരു വീരവാദം മുഴക്കുന്ന ഒന്ന് കേൾക്കുക. എന്നാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ സദസ്സിലിരിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരായ ആളുകളുണ്ട്, വ്യത്യസ്ത നാട്ടുകാരുണ്ട്, കേരളത്തിൽ വ്യത്യസ്ത സുന്നി സംഘടനകളുണ്ട്. ഞങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഞങ്ങളെ തൗഹീദ് മാറിയിട്ടില്ല, ഞങ്ങളെ വിശ്വാസകർമ്മങ്ങൾ മാറിയിട്ടില്ല, ഞങ്ങളുടെ സംഘടനാ അഡ്രസ് മാറുന്നതിനനുസരിച്ച് ഞങ്ങളെ വിശ്വാസകർമ്മങ്ങൾ മാറാറില്ല. കേട്ടല്ലോ, വിശ്വാസകർമ്മങ്ങൾ മാറിയിട്ടില്ല എന്നാണ് മൂപ്പര് ഭയങ്കര ശബ്ദട്ടുകാണ്ട് പറയണത്. അപ്പൊ എന്താണ് സമസ്തന്റെ വിശ്വാസം? ഒറ്റ വാക്കിൽ മനസ്സിലാക്കുക.
സമസ്തന്റെ വിശ്വാസം എന്താ? ഇപ്പൊ 100 വർഷം തികഞ്ഞു എന്നാണല്ലോ പറയണത്. 926 മുതൽ 2026, ശരിയാണ്, 100 വർഷം ആകാൻ പോകുക. എന്താണ് 926 മുതൽ സമസ്തന്റെ ആദർശം എന്താ? ഖുർആൻ പറഞ്ഞ ആദർശമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമാണോ? അല്ല. ഉത്തമ നൂറ്റാണ്ടിൽ പഠിപ്പിച്ചവരെ ആദർശമാണോ? അല്ല. അതൊന്നുമല്ല. എന്താ ആദർശം? അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും എന്തിനും ഏതിനും കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടാനുസരണം എന്തും ചെയ്യാൻ സാധിക്കും. യഥേഷ്ടം അല്ലാഹു വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. ജീവിതകാലത്തെന്നല്ല, മരണശേഷം അത് ശക്തി കൂടും എന്നാണ്. ഇങ്ങനെ ഒരാശയം ലോകത്ത് ഷിയാക്കൾ ഉണ്ടാക്കി, സൂഫികൾ അതിനെ വലുതാക്കി, ബറേൽവികൾ ഏറ്റെടുത്തു. 920കളിലൊക്കെ ഈ കേരളത്തിലും അതങ്ങനെ അലഞ്ഞു നടന്നു. അതിനൊരു സംഘടനാ രൂപം 926 കടന്നു വന്നു. അതാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ രജിസ്ട്രേഷൻ 10 കൊല്ലം കഴിഞ്ഞ് 936 രജിസ്റ്റേർഡ് ആയി. അതാണ് ആ സംഘടന. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങൾക്ക്, അവനിലൂടെ സാധിച്ചു കിട്ടുന്ന കാര്യങ്ങൾക്ക് ഔലിയാക്കളി, അമ്പിയാക്കളി, സ്വാലിഹീങ്ങളി ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് ഒരു പരിധിയില്ല. അതവരെ ഇഷ്ടം പോലെ അവർ ചെയ്യും. എന്താ തെളിവ്? ഇതേതാ? സുന്നി വോയിസ് ആണ്. സുന്നി വോയിസ് 2019 ഒക്ടോബർ ആദ്യ ലക്കം. സുന്നി വോയിസ് ദ്വൈവാരിക കേട്ടോളി. എന്നാൽ മഹാന്മാർ യഥേഷ്ടം മുഅ്ജിസത്തും കറാമത്തും കാണിക്കുമെന്ന് ഹസൻ മുസ്ലിയാർ പറഞ്ഞു. സാധാരണ പ്രവൃത്തികളിൽ സാധാരണ ആളുകൾക്ക് എപ്രകാരം ഇഖ്തിയാറുണ്ടോ അത് പ്രകാരം അസാധാരണ മനുഷ്യർക്ക് അസാധാരണ കാര്യങ്ങളിൽ ഇഖ്തിയാറുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിന് ധാരാളം തെളിവുകളും അദ്ദേഹം ഉദ്ധരിച്ചു. ഇതൊക്കെ ആരെ പറ്റി അറിയോ? അമ്പിയാക്കൾക്ക് അവർ അസാധാരണ മനുഷ്യരാണ്, മുഅ്ജിസത്ത്. ഔലിയാക്കൾ അസാധാരണ മനുഷ്യരാണ്, അവർക്ക് കറാമത്ത്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കുക. ആധികാരികാണ് ആര്? ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്, ഇ കെ ഹസൻ മുസ്ലിയാർ. ഈ ലേഖനം എഴുതിയതാരാ? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ. അപ്പോ തെളിവല്ല എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല. ഇനി കഴിഞ്ഞില്ല. ഇതോ ഫത്താവ മുഹയ്യിസുന്ന. ആരുടേതാ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതുന്നു, അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്തും കറാമത്തും ആകുന്നത്. സാധാരണക്കാരിൽ നിന്ന് സാധാരണ കാര്യങ്ങൾ ഇഷ്ടത്തിനൊത്തും അല്ലാതെയും സംഭവിക്കുന്നത് പോലെ അസാധാരണക്കാരായ അമ്പിയാ ഔലിയാക്കളിൽ നിന്ന് അസാധാരണ കാര്യങ്ങളായ മുഅ്ജിസത്തും കറാമത്തും ഇഷ്ടത്തിനൊത്തും അല്ലാതെയും സംഭവിക്കും. ഓരോ ഇഷ്ടത്തിനൊത്തും സംഭവിക്കും. ഇതാണ് സമസ്തന്റെ അടിസ്ഥാനം. ഇതിൽ യഥേഷ്ടം എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. യഥേഷ്ടം എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ, ഒരു പ്രശ്നമല്ല, എപ്പോ തോന്നണോ അപ്പോ അങ്ങനെ ചെയ്യുന്ന. ഇതാണ് അടുത്തൊരു രേഖ. ഇനി രേഖ ഒന്ന് കേൾക്കുകയും ചെയ്യാം. കേട്ടോളിയും പറയട്ടെ. ഇവരെ കൊണ്ട് തന്നെ വണ്ടി ഫുള്ളാ. പിന്നെന്തിനാണ് ഇപ്പൊ ഇത്തരം ആൾക്കാർക്ക് ലോജിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം? അതുകൊണ്ട് ഇത് സംബന്ധമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീനിൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷിക സംഭവങ്ങളാണ്. മനുഷ്യർക്ക് സാധാരണഗതിയിൽ കഴിയാത്ത കാര്യങ്ങളാണ് കറാമത്ത്. അത് അമ്പിയാക്കൾക്കാവുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയും, അതിൽ തഹദ്ദി ഉണ്ടാകും. ഔലിയാക്കളെ സംബന്ധിച്ചാകുമ്പോൾ അത് കറാമത്താണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസപ്രകാരം അത് ഇഖ്തിയാരിയാണ്. അത് അവർക്ക് വേണ്ട സമയത്ത് ചെയ്യാൻ സാധിക്കും, മുഅ്ജിസത്താണെങ്കിലും കറാമത്താണെങ്കിലും. കേട്ടല്ലോ, ഇഖ്തിയാർ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കണം. നേരത്തെ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇഖ്തിയാർ, ഇഷ്ടം പ്രവർത്തിക്കുക. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതിന് സാധിക്കും, ഒരു പരിധിയും വെക്കാൻ പാടില്ല. ഇതാരാ? സുലൈമാൻ സഖാഫി. എന്താ നേരത്തെ മമ്പാട് സഖാഫി പറഞ്ഞത്? ഞങ്ങൾക്ക് യാതൊരു മാറ്റമില്ല, സംഘടനാപരമായ മാറ്റങ്ങളല്ലാതെ വേറൊരു മാറ്റം ഞങ്ങളെടുത്ത് കാണൂല. എന്നാ മാറ്റം കണ്ടോളി. ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് എന്ത് ചെയ്തു? ഇതാ ആശയ തകർച്ച, ശക്തമായ പൊളി, നെടുകെ പിളർത്തപ്പെട്ടു. എത്ര സ്ഥലങ്ങളിൽ
ആർത്തു ഒച്ചയിട്ട് ഞങ്ങൾ ചോദിച്ചു. എന്തിനാ ചോദിച്ചത്? നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുണ്ടാകണം. ഇതുവരെ ഞങ്ങൾ ചുമന്ന് നടന്നത്, ഞങ്ങൾ കൊണ്ട് നടന്നത് ശരിയല്ല, തെറ്റല്ല, തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലെങ്കിലും തോന്നണം. ഒന്ന് ഉറക്കിൽ ഞെട്ടി ഉണരണം. അങ്ങനെ ഒരു വേദന എങ്ങനെ മനസ്സിൽ വരണം. എന്താ ഇത്? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കീഴിൽ ഔദ്യോഗിക ലെറ്റർ പേഡ് ഉപയോഗിച്ച് നടത്തപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സമ്മേളനത്തിന്റെ കോപ്പിയ നോട്ട്. ആ നോട്ടിൽ എന്താ അറിയോ? അങ്ങനെ ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും കഴിയുന്നൊന്നും പറയാൻ പറ്റൂല, ഒക്കെ പരിധി വെക്കണം. ഓലിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മളെ പഴയകാല ഉസ്താന്മാർക്കൊക്കെ അത്യാവശ്യം കുഴപ്പം വന്നിട്ടുണ്ട്. ഓലിക്ക് നല്ല പ്രശ്നം തന്നെ വന്നത്. അവര് പറഞ്ഞത് ശുദ്ധ അബദ്ധമായിരുന്നു, തെളിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമല്ല. അതാണ് ഓല് പറഞ്ഞത്. അതാണ് പറയാതെ ഈ നോട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ നോട്ട് പറയുന്നത് അതാണ്. അപ്പോ ഈ ഉലമാ സമ്മേളനം വല്ലാതെ മുന്നോട്ട് പോയില്ല. അപ്പോഴേക്ക് ഉലമാ സമ്മേളനത്തെ കെട്ടിയിട്ടു. ഇല്ലെങ്കിൽ പണി കിട്ടും, അതുകൊണ്ട് കെട്ടിയിട്ടു. പറയണം, ഈ ഉലമാ സമ്മേളനത്തിന്റെ പ്രതികൾ ഏത് പ്രതിക്കൂട്ടിലാണ്? അവർക്ക് നേരെയുള്ള സമസ്തയുടെ വിധി എന്താണ്? പറയണം. അത് സമൂഹത്തെ കേൾപ്പിക്കണം. ഒരു നൂറ്റാണ്ടുകാലം സാമ്പത്തികമായി ശാരീരികമായി സമയമെടുത്തുക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ പ്രസ്ഥാനത്തിനു വേണ്ടി വിയർപ്പൊഴുക്കി ഓടി നടന്ന എത്ര സാധാരണക്കാർ, അവരോട് നിങ്ങൾ മാപ്പ് പറയണം. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയ എത്ര വ്യക്തികൾ, പണ്ഡിതന്മാർ, അവരെ വിധി എന്താണ് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട്. നിങ്ങൾ സ്ഥാപിച്ചെടുത്ത ആശയത്തിന് പരിധി വച്ചിരിക്കുന്നു, ചെങ്ങല വെച്ചിരിക്കുന്നു, വിലങ്ങ് തീർത്തിരിക്കുന്നു. ആര്? നിങ്ങൾ തന്നെ. കൊണ്ടുതോടി ഞങ്ങൾ ചോദിച്ചല്ലോ, എന്തേ ഉസ്താദുമാരെ നിങ്ങൾ അതിലേക്ക് വരാതിരുന്നത്? എന്തേ വരാതിരുന്നത്? നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ ഒരാശയം സമൂഹത്തിൽ ഉണ്ടാക്കി പടച്ചു വിട്ടത് കൊണ്ട് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം മൊഹീദ്ദീൻ ശൈഖേ, അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ബദരീങ്ങളെ, അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം മമ്പുറന്തങ്ങളെ, അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം പുത്തമ്പള്ളി ഔലിയ, ഭീമാപ്പള്ളി ഔലിയ, CM മടവൂരെ എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയിൽ എത്ര ആളുകൾ ജീവിക്കുന്നു? അല്ലാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം യാ വലിയല്ലാ, യാ നബിയല്ലാ, യാ ഹബീബല്ലാ, യാ ഹസൻ, യാ ഹുസൈൻ ഇല്ലേ? അങ്ങനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ആവലാദികൾ, വേവലാദികൾ ബോധിപ്പിക്കുന്ന ശിർക്ക് ഇവിടെ വളർന്നില്ലേ? അതാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാമാണികമായി ചോദിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ അടിസ്ഥാനം അത് പൊള്ളയാണ്. എന്തുകൊണ്ടാണത് പൊള്ളയായത്? എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ ഒന്നിനും, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയില്ല. സർവ്വതിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. സഹോദരങ്ങളെ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധി എന്ന് പഠിപ്പിക്കപ്പെട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സർവ്വതിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. എന്താ ദിക്ർ നമ്മളെ പഠിപ്പിച്ചത്? അല്ല നബിക്കും കഴിയുന്നാണോ? അല്ല ഔലിയാക്കൾക്ക് കഴിയുന്നാണോ? അല്ല സ്വാലിഹീങ്ങൾക്ക് സാധിക്കുന്നാണോ? അല്ല, അല്ലാഹു മാത്രം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന തുല്യതയില്ലാത്ത സൂറത്ത് ഫാത്തിഹയിലെ പ്രതിജ്ഞ എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, എല്ലാറ്റിനും കഴിവുള്ള ശക്തിയുള്ള ഏക ഒരാൾ അല്ലാഹ് മാത്രം. അത് പ്രഖ്യാപിക്കുന്ന, അത് വിളിച്ചു പറയുന്ന, അത് മനസ്സിൽ ഉറപ്പിച്ച വിശ്വാസികൾ, ആ വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ മുറിവേൽപ്പിച്ചത്. അതിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞില്ലേ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ, എല്ലാറ്റിന്റെയും അധികാരി ഉടമസ്ഥൻ അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം ഊരിയെടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ നിന്ദിക്കുന്നു. അവനിലൂടെയാണ് എല്ലാ ഖൈറും കിട്ടുക. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവൻ അല്ലാഹ്. അല്ലാത്ത വേറൊരാൾ കഴിയൂല.
അങ്ങനെ ചിന്തിക്കാൻ സങ്കല്പിക്കാൻ പറ്റില്ല സഹോദരങ്ങൾ, ആലോചിക്കാൻ പോലും പറ്റില്ല. ആ ആലോചന, ആ ചിന്ത, ആ വിചാരം നമ്മെ ശിർക്കിൽ കൊണ്ടുപോയി. ഈ പേടി നമുക്ക് വേണം. ഇനി നോക്കൂ നിങ്ങൾ, സാക്ഷാൽ അലവി സഖാഫി തന്നെ ആ കാര്യം ഒന്ന് ഈ ഉലമാ സമ്മേളനം, ഈ സുലൈമാൻ സഖാഫി പറഞ്ഞ കാര്യത്തിന്റെ നേരെ എതിര് അലവി സഖാഫി പറയുന്നത് കേൾക്കുക. പ്രസംഗത്തിൽ പറഞ്ഞതാവുണ്ട്, എന്താണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്ലെയിനുകളും, മുഴുവൻ പ്ലെയിനുകൾ, ഫ്ലൈറ്റുകളെ അത് ഏതോ ഒരു വലിയന്റെ പേര് പറഞ്ഞു, ഒരു വലിയെങ്ങാനും കണ്ണ് ചിന്തിയാൽ ആ ഫ്ലൈറ്റുകൾ മുഴുവനും കൂട്ടിയിരിക്കുന്നു. എന്താ ഈ പറഞ്ഞത്? ഇതൊക്കെ ഒരു മനുഷ്യരോട്, നമ്മുടെ പുതിയ ഒരു ചിന്തിക്കുന്ന സമൂഹത്തോടല്ല ഈ പറയുന്നത്. இந்த വലിയ കണ്ണ് ചിമ്പിയാൽ ആ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിയിരിക്കുന്നു. അപ്പൊ ഈ വലിയ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഫ്ലൈറ്റ് പിന്നെ എങ്ങനെയാണ് നടന്നിരുന്നത്? വലിയ ജനിക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ഉണ്ടല്ലോ. എന്തൊരു വലിയ ബുദ്ധിമുട്ട്! ഇതിനോടൊക്കെ എത്രയാണ് ദുരന്തം കഴിവ്. ഇത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് സുന്നി പണ്ഡിതന്മാരുടെ വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കേട്ടല്ലോ സഹോദരങ്ങളെ, നല്ല വിഷമത്തിലാണ് ഉസ്താദ് പറയണത്. എന്ത് അറിയോ, ഇങ്ങനെ ആയപ്പോൾ ഏതോ ഒരു വലിയനെ കുറിച്ച്, ഏതോ വലിയല്ല കാന്തപുരം മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ഉസ്താദായ വലിയാണ് ആര്? സി എം മടവൂര്. ആ സി എം മടവൂര് ലോകം മുഴുക്കെ നിയന്ത്രിക്കും, പ്ലെയിനുകളെ നിയന്ത്രിക്കും. ആ ആലമുൽ ഈ ലൗഹുൽ മഹ്ഫൂദ് ഇങ്ങനെ നോക്കി കടക്കത്തരേ. അപ്പൊ ഈ ഉലമാ നോട്ടിൽ അതുണ്ട്. അതാരാ പ്രസംഗിച്ചത്? ചാലിയത്തെ ഖാദിയായി 20 വർഷത്തോളമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന പകര അഹ്സനി. എന്തേ പകര അഹ്സനിയെ നിങ്ങൾ പുറത്താക്കാത്തത്? എന്തേ നിങ്ങൾ പകര അഹ്സനിയെ സമൂഹ മധ്യത്തിൽ പേരെടുത്തുകൊണ്ട് വിചാരണ ചെയ്യാത്തത്? ചെയ്യണ്ടേ? മുജാഹിദ് പ്രസ്ഥാനത്തിനെ, സലഫികളെ, മുവഹിദുകളെ നിങ്ങൾ കുത്തി നോയിക്കുമ്പോൾ നിങ്ങളെ ഉസ്താദുമാരെ നിങ്ങൾ അങ്ങനെ തിരുത്തണ്ടേ? ഉസ്താദുമാരെ, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്കിടയിലെ കേടുപാടുകൾ തീർത്തിട്ട് പോരെ തൗഹീദുള്ളവരെ വേട്ടയാടൽ. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. അലവി സഖാഫി ഉസ്താദ് പറഞ്ഞത് എന്താ? ആളുകൾ സുന്നീന്ന് പോകുകയാണ്. എങ്ങനെ പോകാതിരിക്കുക? ഏത് ബുദ്ധിക്കായി അന്ധവിശ്വാസമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുക? ആർക്കത് പറ്റുക? അപ്പോ ആ പേടിയാണ് ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് നിങ്ങളെ തകർത്ത് ആ തകർച്ച മറച്ചു വെക്കാനാണ് ഇപ്പോ മുഖാമുഖ നാടകങ്ങൾ ഇങ്ങനെ ആകെ തിളങ്ങി ഇങ്ങനെ നടക്കുക. ഇൻഷാ അല്ലാഹ് അതിലോരോന്ന് കാണിച്ചു തരാം. അപ്പോ വഹാബ് സഖാഫിയുടെ പരാതി എന്ത്? ഞങ്ങൾക്ക് മാറ്റല്ല. ഇന്ന ഒന്നാമത്തെ മാറ്റം ഇതാണ്. ഇതുവരെ നിങ്ങൾ കൊണ്ടു നടന്ന നിങ്ങളെ ആശയം നിങ്ങൾ തച്ച് തകർത്ത് ഉടച്ച് അതിങ്ങനെ ഈ വേസ്റ്റ് പാത്രം കൊണ്ട് വാരിയെടുത്ത് നിങ്ങൾ എന്നെ എവിടേക്കെങ്കിലും വലിച്ചെറിയാൻ നോക്കുകയാണ്. ഇനി അടുത്തത് അങ്ങനെ എന്താ വെച്ചാൽ ഈ ആശയം എന്തിനും ഔലിയാക്കൾക്ക് സാധിക്കും എന്ന ആശയം പടച്ചു വിട്ടപ്പോ എന്താ ഉണ്ടായത്? മൊഹീദ്ദിമാല നമുക്കറിയാലോ. മൊഹീദ്ദിമാല എന്താ? ഒക്കെ മൊഹീദ്ദീൻ ഷെയ്ഖ് നേരിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഒക്കെ എല്ലാ ഞാനെന്നാണല്ലോ. കാരണം എന്താ? മൊഹീദ്ദീൻ ഷെയ്ഖിന് അതിന് കഴിയണം. അങ്ങനെയാണല്ലോ. ജിന്നീനും ഇൻസീനും മറ്റ് മലക്കീനും ഞാൻ ഇവയെല്ലാവർക്കും മെയ്യേ ഷെയ്ഖ് എന്നോവർ. ജിന്നും മലക്കും ഒക്കെ അവരൊക്കെ മേലേണ് ഞാൻ നേരിട്ടാണ്. ഞാനോവർ ഒക്കെ ഞാൻ നേരിട്ടാണ്. പിന്നെയോ ഭൂമി ഉരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ഒക്കെ എന്റെ കയ്യിലാണ്, ആരില്ല. കഅബാനെ ചുറ്റുവാൻ ഖുതുബാണോരെല്ലാരും, കഅബൻ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. അങ്ങനെ ഒക്കെ ഓവറായി കുറെ വരികൾ ഇതിലുണ്ട്. എന്താ ഇതിനർത്ഥം? എല്ലാം ഷെയ്ഖ് ഒറ്റക്കെന്നെ ചെയ്യണത് അല്ലേ? വേറെ ആരെ പങ്കുമില്ല, ആരെയും കൂട്ടിനില്ല, ഒക്കെ ഷെയ്ഖ് ഒറ്റക്കാണ്. ഇനി ഖുതുബിയത്താണെങ്കിലോ, ഖുതുബിയത്തിന്റെ വരികളാണെങ്കിലോ ഷെയ്ഖിനെ നേരിട്ട് ഇങ്ങനെ 1000 തവണ ഇങ്ങനെ വിളിച്ചാൽ നമ്മൾ ചോദിച്ചു കൊണ്ടുതോട് 1000 വട്ടം ഷെയ്ഖിനെ വിളിച്ചാൽ വളരെ പെട്ടെന്ന് മൂപ്പര് ഉത്തരം കൊടുക്കുകയാണ്. ഒക്കെ ഡയറക്റ്റ് ആയിട്ട് മൂപ്പരെന്നെ ചെയ്യും. ഇതിലെ വരികൾ പല ആളുകൾക്കും അറിയുന്ന വരികളായതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ പാടുന്നില്ല. എമ്പാടും
മുഹീദ്ദീമാല ആരംഭം മുതൽ അവസാനം വരെ, ഖുതുബിയത്ത് ആരംഭം മുതൽ അവസാനം വരെ ദീനുമായി അടുപ്പിക്കാൻ പറ്റിയതല്ല. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ എഴുതപ്പെട്ട ഇത്തരം കള്ളവരികൾ, കള്ളക്കഥകൾ സഹോദരങ്ങളെ, അത് ഇസ്ലാമല്ല, അത് വിശ്വാസമല്ല. കാരണം അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ കഴിവുകളെ വകവെച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആലോചിക്കണം. ഇത് ഒരു സമൂഹത്തിന്റെ ഒരു സാമൂഹിക പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അവിടെ അങ്ങനെ ബഹളം ഇങ്ങനെ ബഹളം എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട പ്രശ്നമല്ല. ഇത് ഗൗരവകരമായ പ്രശ്നമാണ്. സമൂഹത്തിന്റെ വിശ്വാസത്തിന് ഏറ്റ ഒരു മാരക മുറിവാണ്. ആ മുറിവിനെ ഉണക്കുക വളരെ പ്രധാനമാണ്. ഈ മാലകളിലൊക്കെ പറഞ്ഞ എന്താ, എല്ലാം ഷെയ്ഖ് നേരിട്ട് വിട്ടു, അവിടുന്ന് പിടുത്തം വിട്ടു. ഇപ്പൊ എന്തായി? ഒക്കെ നിമിത്തം, ഷെയ്ഖ് മുഖേന, ഷെയ്ഖ് കാരണമായി അല്ല ചെയ്യുന്നു. കേട്ടല്ലോ. യഥാർത്ഥ ശിഫ നൽകുന്നവൻ അള്ളയാണെന്ന് വിചാരിച്ച് മറ്റുള്ളവർ നിമിത്തമാണ്. എവിടുന്നാ നിമിത്തം കിട്ടിയത്? അതെങ്ങനെ കടന്നു വന്നു? അത് കടന്നു വന്നത് ഉലമാ സമ്മേളനത്തിലൂടെ. പിടുത്തം വിട്ടു, ആളുകൾ തിരിച്ചറിഞ്ഞു, പഠിക്കാൻ തുടങ്ങി. എന്താ ഇതുവരെയുള്ള ആശയം എന്തായിരുന്നു? വൈദാമയിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്റെ രോഗത്തിന് ശമനം നൽകുന്നവൻ അല്ലാഹുവാണ്. എത്ര പ്രസംഗിച്ചു മുജാഹിദുകൾ, എത്ര വാഴു പറഞ്ഞു. നാദാപുരം ഖണ്ഡനം, നീണ്ടുകിടക്കുന്ന ഖണ്ഡനം അവിടെ വെച്ചോതി പഠിപ്പിച്ചില്ലേ? പേരോട് ഉസ്താദിന് പഠിപ്പിച്ചു കൊടുത്തില്ലേ? ഹുസൈൻ സലഫി എത്ര ഭംഗിയിലോതി പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോ ഈ ആയത്ത് ഉസ്താദുമാർ ഓതാൻ തുടങ്ങി. നമ്മളോട് ചോദിക്കുന്നു, എന്തിനാ ഡോക്ടറെ അടുത്ത് പോണത്? എന്തിനാ മരുന്ന് കുടിക്കണത്? എന്തിനാ വിശ്രമിക്കണത്? ശിർക്കല്ലേ? അന്ന് നമ്മൾ പറഞ്ഞു, അത് ഇസ്ലാം അനുവദിച്ചൊരു വഴിയാണ്. എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്, അതുകൊണ്ട് മരുന്ന് തേടിയും എന്ന് ഇസ്ലാം പറഞ്ഞു. വിശ്രമ മരുന്നാകാം, ഓപ്പറേഷൻ രോഗം മാറാനുള്ള കാരണമാകാം, ഡോക്ടറെ കാണൽ കാരണമാണ്. അത് പറഞ്ഞപ്പോ നമ്മളെ കുത്തി മുറിവേൽപ്പിച്ചവർ, വെട്ടിപ്പൊളിക്കാൻ നോക്കിയവർ ആ മാറ്റത്തിലേക്ക് വന്നു. നിമിത്തം ഇതാണ്, പഠിച്ചു വെക്കുക, മാറി. ഇനിതാ, ഇത് CM മടവൂരിന്റെ പോരിശ എഴുതപ്പെട്ട കിതാബാണ്. എന്താ ഉള്ളത്? സാധാരണക്കാരെ ചിന്തിച്ചോളി, ഇതിന്റെ അപകടം കേട്ടോളി. ലോകത്തെ നിയന്ത്രിക്കുന്ന ഖുതുബുൽ ആലമായിട്ടുള്ള ശൈഖേ, നിങ്ങളിതാ മരിച്ചുപോയ ഒരാളെ നിങ്ങളെ കറാമത്ത് കൊണ്ട് നിങ്ങൾ ജീവിപ്പിച്ചിരിക്കുന്നു. ഈ വരിയില്ലേ? ഈ കിതാബിലില്ലേ? സഖാഫി എഴുതിയ കിതാബല്ലേ? കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത കിതാബല്ലേ? അപ്പൊ ആ വരി വായിച്ചു. അതിന്റെ വിശദീകരണം എന്താ അറിയോ? പാമ്പ് കടിയേറ്റ് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ഒരാൾ, ആ ആളെയാണ് ആര് എണീപ്പിച്ചത്? സാക്ഷാൽ CM മടവൂർ എണീപ്പിച്ചിരുത്തി എന്ന് ഇതിന്റെ വരികളിൽ കാണാം. ഇത് നിമിത്തല്ലല്ലോ. അപ്പോ ഇനി എവിടെയാണ് പ്രശ്നം എന്ന് ഉസ്താദുമാർ തന്നെ കൈകാര്യം. എവിടെയാണ് പ്രശ്നം? എവിടെയാണ്? ഒരു ഭാഗത്ത് മാറിയിട്ടില്ല, ഒരു ഭാഗത്ത് മാറ്റം പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾ തീരുമാനിച്ചോളിയും എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. എല്ലാ മാലപ്പാട്ടുകളും എടുത്തെറിയേണ്ടി വരും. റിഫായി ഷെയ്ഖിനെ പറ്റി എന്താ മാലക്കാരൻ പറഞ്ഞത്? റിഫായി ഷെയ്ഖിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്ന് കൈ നീട്ടിക്കൊടുത്തു. സുന്നത്ത് മാസികയിൽ പച്ച മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യ നീട്ടിക്കൊടുത്തു. എന്നാ പിടിച്ച റിഫായിയെ അങ്ങനെ ഉണ്ടോ? എന്താ അതിന്റെ മാനദണ്ഡം? ഏത് ബുദ്ധിക്കാത് യോജിക്കുക? ഏതാ അതിന്റെ തെളിവ്? ആ തെളിവുകൾ പറയും. അപ്പോ ഇങ്ങനെ പ്രാമാണികമായി നേരിടാനാണ് നമ്മൾ വന്നത്. അപ്പോ പ്രാമാണികമായി നേരിട്ടാലൊന്നും ഓർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഇനി ഇത് മങ്കൂസ് മൗലൂദ് എന്താ ഉള്ളത് നോക്കിക്കോളി. ഓരോരോ നുണങ്ങനെ പറഞ്ഞുതരാം. ഇതാ, ലോകത്തെ പടക്കും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം പടച്ചു എന്നാണ്. എവിടെയും ഇല്ല, ഖുർആനിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലില്ല, സ്വീകാര്യമായ ചരിത്രത്തിലില്ല. നുണ പറയണം. എന്താണ് ഇതിന്റെ മാനദണ്ഡം? ഇനി അതുകൊണ്ട് തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം ഫനജാ മിനർ റദാ.
നൂഹ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ തേടിയത്രേ. ആദം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയത്രേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെയും സഹായിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. ഇതൊക്കെ എവിടുന്നാ പൊട്ടിമുളച്ചത്? ഇതൊക്കെ എവിടുന്നാണ്? എന്തിനും സാധിക്കും, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും എന്തിനും സാധിക്കും എന്ന ഒരു അടിത്തറ ഉസ്താദുമാരുണ്ടാക്കിയെടുത്തു. ആ അടിത്തറം വന്നാണ് ഈ പാളലും പിഴവും ഒക്കെ ഉണ്ടായത്. ഇത്രയും കാലം പ്രമാണങ്ങൾ കൊണ്ട്, ശരിയായ ആദർശം കൊണ്ട് നാം മുന്നോട്ട് പോയത് അൽഹംദുലില്ലാഹ് വെറുതെയായിട്ടില്ല. അതിന്റെ വിജയാണ് ഇതൊക്കെ. നമ്മൾ കൊണ്ടുതോട് ചോദിച്ചു, അത് പ്രകാരം നിങ്ങൾ ഉണ്ടാക്കിയ വാദപ്രകാരം ഒരു പ്രമേയം നിങ്ങൾ പാസാക്കി. ആ പ്രമേയം ശ്രദ്ധേയമായ 8ാം പ്രമേയം എന്ന രൂപത്തിൽ നിങ്ങൾ പരിചയപ്പെടുത്തി. ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, ഖാദി ഖതീബ് ഇമാം സ്ഥാനത്തേക്ക് അയാളെ പറ്റുകയില്ല എന്നുവരെ നിങ്ങൾ എഴുതി പിടിപ്പിച്ച 8ാം പ്രമേയം ഈ മാറ്റത്തോടുകൂടി നിങ്ങൾ പിൻവലിക്കണം. 8ാം പ്രമേയം നിങ്ങൾക്ക് ഈ മാറ്റത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ പിൻവലിക്കണം. എന്നിട്ട് ഒരു മാറ്റ സമ്മേളനം നടത്തണം, ആദർശ മാറ്റ സമ്മേളനം. അതാണ് 100ാം വാർഷികത്തിന്റെ ആഘോഷമായി ഇനി അങ്ങാടികളിൽ മുഴങ്ങേണ്ടത്. അതാണ് അതിന്റെ ഒരു സമാപന സംഗമം. ഇതാ സമസ്ത 100 കൊല്ലായപ്പോഴേക്ക് ചില തിരിച്ചറിവോടുകൂടി പുതുമയിലേക്ക് വന്നിരിക്കുന്നു എന്ന് സമൂഹത്തോട് പറയാം. അതാ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ചോദിച്ചിരുന്നു, സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. നെല്ലിക്കുത്ത് പറഞ്ഞതാ, ചെറിയ ഒരു മുസ്ലിയാരോ ചെറിയ ഉസ്താദോ അല്ല. നെല്ലിക്കുത്ത് എന്താ സഹോദരങ്ങളെ ഇത്? ആരാധനയാകുന്ന പ്രാർത്ഥന. ഖുൽ ഇന്നമാ അദൂ റബ്ബി, പ്രവാചകരെ പറയണം, തീർച്ചയായും എന്റെ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക. എന്താ അതിന്റെ വിശദീകരണം? അഅ്ബുദു റബ്ബി, എന്റെ റബ്ബിനെ ആരാധിക്കുക. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് ദാ പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഒരൊറ്റ ആയത്തിൽ ദുആവും ഇബാദത്തും ഒന്നാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. ആരാധനയാകുന്ന പ്രാർത്ഥന. അവ പറയും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണില്ല അല്ലേ, പിന്നെന്തിനാ ഈ കരഞ്ഞ് കണ്ണീരൊഴിക്കണത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്ന നേരത്ത് കൈകൾ ഉയർത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് പ്രയാസങ്ങളും വേവലാതികളും ജാറങ്ങളിൽ മഖ്ബറകളിൽ വിളിച്ചു പറയുന്നത്? അത് പ്രാർത്ഥനയല്ലാതെ വേറെന്താണ്? കേവല വിളിയാ? അപ്പൊ കേവല വിളി എന്ന് പറഞ്ഞാൽ ഈ ജാറത്തിൽ കിടക്കുന്ന ആള് കളിയാക്കുക? അങ്ങനെയാണോ? ഒരു കളിപ്പാവ അല്ലെ, ഞെക്കുമ്പോ കരയാളൊരു കളിപ്പാവ പോലെയാണോ? വെറുതെ എങ്ങനെ കളിയാക്കുക? അതിനാണോ നിങ്ങൾ ഈ പൈസ കൊടുത്തുകൊണ്ട് ശിർക്കിന്റെ കേന്ദ്രം ഉണ്ടാക്കിക്കണത് ആൾക്കാരെ പറ്റിക്കാൻ? ഇതിന് പറഞ്ഞാൽ പറയും അതൊന്നും ശരിക്കുള്ള പ്രാർത്ഥനയല്ല. അപ്പൊ ആളുകളെ പറ്റിക്കുക എന്നല്ലേ അർത്ഥം? ഉസ്താദുമാരെ പറ്റിക്കല്ലേ ആളുകളെ? ഇതിനൊക്കെയാണ് നിങ്ങൾ സമൂഹത്തോട് ഉത്തരം പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു, പലയിടത്തും ചോദിച്ചിരുന്നു. എന്താണ്? ഷെയ്ഖ് ജീലാനി അദ്ദേഹം കുംബിദിനി, ശരിക്കും കേട്ടോളി, എന്റെ അനുമതിയോടെ എണീക്കൂ. ഒരു പാതിരി ഷെയ്ഖ് ജീലാനിയോട് തർക്കത്തിന് വന്നു. മരിച്ചവരെ ജീവിപ്പിച്ചാൽ ഞാൻ ഇസ്ലാമിക്ക് വരാ എന്നാണ് തർക്കം. അപ്പൊ ആ തർക്കം കേട്ടപ്പോ ഷെയ്ഖ് ജീലാനി കുംബിദിനി എന്നാണ് പറഞ്ഞു. ഖബറിൽ നാൾ എണീറ്റിന് വന്നു പാതിരി ഇസ്ലാം. എന്താ നിങ്ങൾ ആലോചിച്ചോക്കാണി, എന്താണ് ആ നാടകമൊക്കെ അല്ലേ? ഇത് ഏതൊക്കെ കാര്യങ്ങളിൽ വന്നു? സുന്നത്ത് മാസിക, ഇതാ ജീലാനിയും പാതിരിയും സുന്നത്ത് മാസികയിൽ വന്നില്ലേ? നമ്മൾ ചോദിച്ചില്ലേ? അതുപോലെ തന്നെ പിന്നെ സുന്നത്ത് മാസിക കഴിഞ്ഞാൽ റിസാലയിൽ വന്നു. റിസാലക്ക് പുറമെ പൂങ്കാവനം കുടുംബ മാസികയിൽ വന്നു. അതുപോലെ തന്നെ ഖസുൽ ഔലിയ എന്ന കിതാബിൽ വന്നു. ഇതിലൊക്കെ വന്നു. കുത്തുബിയത്ത് പരിഭാഷയും വിശദീകരണവും. ആരെ കുത്തുബിയത്താ? പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ സമസ്തന്റെ കൊടിയ നേതാവാണ്. പാറന്നൂർ PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ. ഇങ്ങനെ 5-6 കിതാബുകളിൽ കുംബിദിനി, എന്റെ അനുമതിയോടെ, അള്ളാന്റെ അനുമതിയോടെ എന്നല്ല. അപ്പൊ എന്റെ അനുമതിയോടെ എന്ന് പറയാൻ വകുപ്പുണ്ട്. എന്താ? കഴിവ് കൊടുത്തുക്കല്ലേ, എന്തിനും കഴിവ് കൊടുത്തുക്കല്ലേ. എന്തേ? ആ
ആ സംഭവം നമ്മൾ ചോദിച്ചിട്ട് എന്താ മിണ്ടാതെ പോകുന്നത്? ഇനി അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് വെക്കാം. ഇത് പാറന്നൂറുമി നിൽക്കൂല, ഇതെവിടത്തും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി ഉണ്ടാക്കിയ കുതുബിയത്ത് ഖസിയത്തുൽ കുതുബിയ, അതിലുണ്ട് അഹിയൈത മൈതൻ ബാലിയൻ വമുഗന്നിയ മിൻകും ബിഇദ്നി. മരിച്ച് ഞുരുമ്പിച്ചു പോയ ആള്, അയാളെ എണീക്കണെന്ത്? മിൻകും ബിഇദ്നി, എന്റെ അനുമതിയോടെ എണീറ്റോ. പാറന്നു. പിന്നെ ഇത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സ്ഥാപകൻ. അപ്പോ സമസ്തയുടെ സ്ഥാപകനെ ഇപ്പോ ഉസ്താദുമാർ എന്താ ചെയ്യാന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായ ഉത്തരം നിങ്ങൾ പറയണം. കാരണം അള്ളാഹുവിന്റെ കഴിവുകളെ നിങ്ങൾ അവമതിക്കുകയാണ്, അള്ളാഹുവിന് ന്യൂനത നിങ്ങൾ കണ്ടെത്തുകയാണ്. അള്ളാഹുവിന് പങ്കാളികളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന, അല്ലാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും പൊറുക്കാത്ത സകല കർമ്മങ്ങളും തകർക്കപ്പെടാൻ കാരണമാകുന്ന, നരകം ഉറപ്പാകുന്ന, സ്വർഗം നിഷിദ്ധമാകുന്ന ആ വാദമാണ് നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം അതെവിടെത്തി? മുദബ്ബിറുൽ ആലം എത്തി. മുദബ്ബിറുൽ ആലം, എടവണ്ണ മുഖാമുഖത്തിൽ നല്ല രസകരമായ രംഗങ്ങൾ ഉണ്ടായ സംഗതിയാണ് മുദബ്ബിറുൽ ആലവുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിനേക്കാൾ കുറച്ചുകൂടി രസമുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കാണ്ട് ഒന്ന് കേൾക്കുക. ഇന്ന് സമസ്തയിലുള്ള, ഇന്നും ഇതെന്തിനാ പറയണോ, ഇതൊക്കെ തിരുത്താതെ ഇപ്പോഴും ആ വാദത്തിലുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ആ വാദമല്ല എന്ന് സമൂഹത്തോട് പറയുമ്പോൾ ഈ രണ്ട് മുഖം തുറന്നു കാണിക്കാനാണ്. ഈ രണ്ട് മുഖം പച്ചയായി ഒന്ന് പിളർത്തി കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോളൂ, തങ്ങൾ പറയട്ടെ. എന്റെ അഹലുകാർ കുറച്ചാളുകളാണ്, അവരെ ആഖിറത്തിൽ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും. ശൈഖുന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. അന ഖുതുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം എന്ന് ശൈഖുനയുടെ നാവിൽ നിന്നും ഉരുവിട്ടത് ഇതാ ഈ സദസ്സിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക? സ്റ്റേജ് മേൽ കേട്ടല്ലോ, അന മുദബ്ബിറുൽ ആലം, അന ഖുതുബുൽ ആലം. മുദബ്ബിർ, ഖുതുബ് ഒരർത്ഥ. അറബിയിൽ ഖുതുബ് എന്ന് പറഞ്ഞാലും മുദബ്ബിർ എന്ന് പറഞ്ഞാലും അർത്ഥം നിയന്ത്രിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാത്രം വിശേഷണമായി പറഞ്ഞ ഒന്നാണ് യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. അത് ആകാശലോകത്തെയും ഭൂമി ലോകത്തെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. അതിലാർക്കും പങ്കില്ല, അത് അല്ലാഹ്ക്ക് മാത്രമാണ്. അപ്പൊ ചില ആൾക്കാർ സംശയം, അല്ലാഹ് മലക്കുകളെ ഏൽപ്പിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ മനുഷ്യന്മാർക്ക് കുറെ കഴിവ് കൊടുത്തിട്ടില്ലേ? ജന്തുക്കൾക്ക് കുറെ കഴിവ് കൊടുത്തിട്ടില്ലേ? അപ്പൊ അത് ശരിയല്ലല്ലോ. എന്താ സഹോദരങ്ങളെ പ്രശ്നം? എവിടെ നമ്മൾ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചില കാര്യങ്ങൾ സമയബന്ധിതമായി അല്ലാഹ് അനുമതി കൊടുക്കുമ്പോൾ ചെയ്യാൻ പറഞ്ഞു. അതാണ് വഹി എത്തിച്ചു കൊടുക്കുക, മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുക, കാഹളത്തിൽ ഊതാൻ വേണ്ടി ഒരു മലക്ക് കാത്തു നിൽക്കുക, മഴ പെയ്യിക്കുന്ന കാര്യം ഒരു മലക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇതൊക്കെ അവരെ ഇഷ്ടത്തിന് നടക്കുന്ന ആണോ? എന്നാ ഇപ്പൊ എന്ത് സുഖ അല്ലേ? അവിടെ ഈ എടവണ്ണ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്, എന്നാണ് പെയ്യട്ട മഴ എന്നാണ് പറഞ്ഞാൽ പോരെ? ഈ മഞ്ചേരിക്കാരൊന്ന് പേടിപ്പിക്കണം, ആണ് പോകട്ടെ ഇടി, ആണ് പോകട്ടെ കാറ്റ് എന്ന് പറഞ്ഞാൽ പോരെ? എന്തിയാ നടക്കാത്തത്? അതിനൊക്കെ അല്ലാഹ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അള്ളാന്റെ അനുമതിയില്ലാതെ നടക്കൂല. ഇനി മനുഷ്യന്മാരായ നമ്മൾ ദുർബലരായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമ്മുടെ കഴിവ് ദുർബലമാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനാ സഹോദരങ്ങളെ പൂർണ്ണതയുള്ളത്? ആരാതിന്റെ കുറവ് കണ്ടെത്താത്തത്? ഇല്ലേ? അപ്പോ അതൊന്നും അള്ളാഹുവിന്റെ ആ തദ്ബീർ, നിയന്ത്രണം വിട്ടു തന്നുകൊണ്ടുള്ള തദ്ബീർ അല്ല. ഇവിടെ എന്താ ഉണ്ടായത്? ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ എന്തിനും കഴിവ് കൊടുത്തു എന്ന് കണ്ടപ്പോ അതിലേക്ക് കാന്തപുരം മുസ്ലിയാർ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന വിഷയവുമായി ബന്ധമില്ലാത്ത, ഇവർ വാദിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തോറിയിട്ട് ദുർവ്യാഖ്യാനിച്ച് ഇമാം റാസി റഹിമഹുള്ളയുടെ പേരിൽ കളവ് പറഞ്ഞ് ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തത് മുതൽ സംഗതി പിടുത്തം വിട്ടു. പിന്നെ എല്ലാവരും കയറി നിരങ്ങാൻ തുടങ്ങി. എന്തു സി എം ഇല്ലെങ്കിൽ ഒന്നുമില്ല, CM മടവൂരില്ലേ, നമ്മൾ കഴിഞ്ഞു കഥ എന്നോടത്ത് കത്തി. അവിടെയാണ് നമ്മൾ പ്രമാണങ്ങൾ കൊണ്ട് പിന്നാലെ കൂടിയത്.
അങ്ങനെ കൂടിക്കൂടി ഇപ്പോഴും എടവണ്ണ മുഖാമുഖത്തിലും സാക്ഷാൽ അലവി സഖാഫി ഓതി ആയത്ത് കേൾക്കും. അങ്ങനെ ഔലിയാക്കന്മാർക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാനും ആലമിലുള്ള വസ്തുക്കളെ നിയന്ത്രിക്കാനും ഒക്കെ അവർക്ക് കഴിയുമോ? കഴിയും. അത് അള്ളാഹു നൽകുമോ? നൽകും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. ഇത് ഖുർആനിൽ അല്ലാഹു ജല്ല വഅല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ അർത്ഥത്തിൽ ഔലിയാക്കൾക്ക് തദ്ബീറുണ്ട്, മലക്കുകൾക്ക് തദ്ബീറുണ്ട്. അതുണ്ട് എന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യയുടെ ഫതാവയിൽ ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞിട്ടുണ്ട്. എന്തിനധികം KM മൗലവിയുടെ അൽ വിലായത്തു വൽ കറാമ എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ, ശരിയാണ്. സൂറത്തു നാസിയാത്തിൽ 5-ാമത്തെ ആയത്താണ്, ഒരു സംശയവുമല്ല. പക്ഷേ ഉസ്താദേ, ഓതിയ കാര്യത്തിന് തെളിവല്ല. എന്തേ കാരണം? മലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. ഏതാ സന്ദർഭം? മരണ സന്ദർഭമാണ്. മലക്കുകളെ ഇഷ്ടത്തിനാണോ? അല്ല, അള്ളാന്റെ നിശ്ചയപ്രകാരം, തീരുമാനപ്രകാരം. അവിടെ ഔലിയാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇമാം റാസി റഹിമഹുല്ലയും ആ നിലക്കുള്ള വ്യാഖ്യാനം പ്രധാനമായും കൊടുത്തിട്ടില്ല. ഇമാം റാസി റഹിമഹുല്ല ആദ്യവും അവസാനത്തിലും പറഞ്ഞത് ഇത് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ എന്താ ഉണ്ടായത്? ആയത്തിനെ, ആശയത്തെയും പദത്തെയും ഇവർ ദുർവ്യാഖ്യാനിച്ചു. അതാണ് നേരത്തെ നമ്മൾ കേട്ട ആ പുരോഹിതന്മാരുടെ പണി. അതാണ് പ്രമാണങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക എന്ന പണിയാണ്. ഇത് എടവണ്ണ ചോദിച്ചപ്പോ 4 മലക്കളുടെ പേരൊക്കെ പറഞ്ഞു, നബിന്റെ പേര് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു, നമുക്ക് 2 കൂട്ടർക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യം, ആരോ എന്തോ ഓതി അങ്ങനെ പോയെന്ന് കരുതി നമ്മൾ എന്തിനാ തർക്കിച്ചു പോണത് എന്ന് നമ്മളോട് കേണപേക്ഷിക്കുക. ഇങ്ങനെ കെഞ്ചുക. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടയിൽ നല്ല തർക്കമുണ്ട്, ചെറിയ തർക്കമൊന്നുമല്ല. ആ തർക്കത്തിന്റെ മർമ്മം ഇനി കണ്ടോളൂ. എന്താണെന്നറിയോ? സാക്ഷാൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ടു ഒരാള്. ആ ചോദിക്കപ്പെട്ട അവസ്ഥയിൽ അലവി സഖാഫി ഒന്ന് കടന്നു മറിയുന്ന കാര്യം ഒന്ന് കാണാം. ഇത് സുപ്രധാനമായ ചോദ്യം ആയതുകൊണ്ടാണ് ഉസ്താദേ. അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സുപ്രധാനം ആയ ചോദ്യത്തിന്റെ സുപ്രധാന മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഓക്കെ. ഈ വിഷയാസ്പദമായിട്ട് ഈ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാണാനുള്ളതായി. മർക്കസിലെ മുദരിസായിട്ടുള്ള ബഷീർ സഖാഫി, മർക്കസിൽ അങ്ങനെ ഒരു മുദരിസില്ല, പിലാക്കൽ ഉസ്താദ് എന്നറിയപ്പെടുന്ന അങ്ങനെ മുദരിസില്ല, ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അതെ. ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകൊട്ടാകെയുള്ള നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. അതിന് ആ കിതാബിന് ആമുഖം എഴുതിയിട്ടുള്ളത് AP ഉസ്താദുമാണ്. ഈ AP ഉസ്താദും അതുപോലെ ഈ ബഷീർ സഖാഫി ഒക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് എഴുതിയത് എന്താ അത് നോക്കണം. AP ഉസ്താദ് ആമുഖം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഒരാൾ എഴുതിക്കൊണ്ട് അതും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചുകൊണ്ടൊന്നും അല്ല ഉസ്താദ്. ഇനിയിപ്പോ ഉസ്താദ് AP ഉസ്താദ് വായിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ഈ ബഷീർ സഖാഫി എഴുതിയത് എന്താണ്? സുൽത്താൻ എന്നാണ്. എന്താ എഴുതി ഒന്നും വായിച്ചാൽ ونشهد أن سيدنا محمد صلى الله عليه وسلم عبده الذي أولاه على كل العوالم സർമദ സുൽത്താൻ. അതിലിപ്പോ എവിടെ മുദബ്ബിറാണെന്നുള്ളത്? എവിടെ? ഇതിലും ഇത് എഴുതിയത് ബഷീർ സഖാഫി എഴുതിയതാ. ഇത് അതെ, ആ ബഷീർ സഖാഫി അല്ല, ഏത് സഖാഫി എഴുതിയാലും ആ എഴുതിയിൽ ഇപ്പൊ എന്താ തകരാറുന്ന എന്റെ ചോദ്യം. അതെ, ലോകത്തിന്റെ ഒട്ടാകെയുള്ള നിയന്ത്രണം എന്ത് ചെയ്തിട്ടുണ്ട്? ഔലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, മുദബ്ബിർ ഔലാഹു അലാ കുല്ലിൽ അവാലിം. എന്താ അതിന്റെ അർത്ഥം ഞങ്ങൾ കരുതിയിട്ടുള്ളത്? ലോകത്തിന്റെ ഒട്ടാകെയുള്ള നിയന്ത്രണം അല്ലാഹു തആല. അങ്ങനെ ഔലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ നിയന്ത്രണം നിങ്ങൾ ആരെ അങ്ങനെ പഠിപ്പിച്ചു തന്നു? നിങ്ങൾ ആരെയോ പറ്റിച്ചതാണ്. കേട്ടല്ലോ, ഇത് നന്നായിട്ട് വെള്ളം കുടിച്ച രംഗാണ്. എന്താ വെച്ചാൽ ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകം അങ്ങനെ വേറിട്ട് പോകുന്നില്ല. ഇത് ഈ പ്രശ്നം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിക്ക് ശുദ്ധാകാതെ ഈ പുസ്തകങ്ങളെ വിട്ടു പോകൂല. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകം അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദഊരി നമ്മൾ കാണിച്ചിരുന്നു, കുണ്ടുതോട് കാണിച്ചിരുന്നു, പലയിടത്തും കാണിച്ചിട്ടുണ്ട്. എന്താ ഒരു പേടിയും പറയലൊക്കെ? ഈ പുസ്തകത്തിന് എന്താ ചോദ്യം? ഈ പുസ്തകം മർക്കസിലെ ഉസ്താദ്
ആ മർക്കസിലെ ഉസ്താദാണ് ഇപ്പോഴും ചട്ടം ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഈ ചട്ടമേ റയീസു ഖിസ്മി ഉസൂൽ ഫിഖ് എന്നതുമുണ്ട്. മർക്കസിലെ പ്രധാന അധ്യാപകനാണ്, ഉസൂൽ ഫിഖിന്റെ ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന അധ്യാപകനായി പുസ്തകത്തിലുണ്ട്. ആരാണ്? കോട്ടക്കൽ ഭാഗത്തുള്ള ഒരു ബസീർ സഖാഫിയാണ്. ഒക്കെ ശരി, ഇനി അവിടെ അല്ലെങ്കിൽ പോട്ടെ, പ്രശ്നമില്ല, അത് നമ്മൾ നോക്കണ്ട. നമ്മൾ ഈ പുസ്തകം നോക്കുക. എന്താ അലവി സഖാഫി പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് അങ്ങനെ വായിക്കാതെ ഒന്നും അങ്ങനെ പറയില്ല. ശരി, നമുക്ക് 3 കാര്യം കിട്ടേണ്ടതുള്ളൂ. ഒന്ന്, കാന്തപുരം ഉസ്താദാണ് ഈ ബുക്കിന് അവതാരിക എഴുതി കൊടുത്തത്. അതെവിടെയുള്ളത്? ഇതാ ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ പേജിൽ കാന്തപുരം ഉസ്താദിന്റെ അവതാരിക, അദ്ദേഹത്തിന്റെ പിന്നെ സ്ഥാനവും കാര്യമൊക്കെ വെച്ചുള്ള അവതാരിക. ഇത് കാന്തപുരം ഉസ്താദ് എഴുതി കൊടുത്തതാണ് ഒന്ന്. ഇനി അല്ലെങ്കിലോ ഈ സഖാഫി കാന്തപുരത്തിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തി, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ, പ്രശ്നമല്ല. ഇനി ഇവിടെ എന്താ ഉള്ളത് സഹോദരങ്ങളെ? ഈ കളവ് പറയൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലദീ സക്കാ നുഫൂസൽ ഔലിയാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാ എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ തുടങ്ങുകയാണ്. അമ്മാ ബഅദ് ഫഖദ് ഖറഅതു, അർത്ഥം വെച്ചോളി, ഫഖദ് ഖറഅതു, തീർച്ചയായും ഞാൻ വായിച്ചിരിക്കുന്നു, ഹാദിഹി സഫഹാത്തുൽ മുബാറക, അനുഗ്രഹിക്കപ്പെട്ട ഈ ഏടുകൾ. ഏതാ ഏടുകൾ? ഫീ മദ്ഹി സയ്യിദി വശൈഖി, എന്റെ നേതാവും എന്റെ സയ്യിദും എന്റെ എല്ലാമായിട്ടുള്ള ആ CM മടവൂരിനെ മദ്ഹ് ചെയ്ത് എഴുതിയ ഈ വരികൾ, കിതാബ് ഞാൻ വായിച്ചിരിക്കുന്നു. ഇതാരാ ചോദിച്ചത്? സമസ്തയിലെ ഒരാളാ ചോദിച്ചത്. ആരാ മറുപടി? സഖാഫി മറുപടി. ഇനി അതുമല്ല, ഈ കിതാബോ എല്ലാ വീടുകളിലും എല്ലാ സദസ്സുകളിലും ബറക്കത്തിനും റഹ്മത്തിനും വേണ്ടി ഓതപ്പെടേണ്ട കിതാബ്. അത്ര വരെ കാന്തപുരം മുസ്ലിയാർ പോരിശ കൊടുത്തു. ഇനി ഈ കിതാബിന്റെ ഉള്ളിൽ കേട്ടോളി, ഈ കിതാബിന്റെ ഉള്ളിൽ പച്ചയായി എഴുതി വച്ചിരിക്കുന്നു. എന്താണ്? ഒരു മുസ്ലിയാർ വന്നിട്ട് CM മടവൂരിനോട് ചോദിക്കാണ്, അന അഖൂലു അൻക, ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നു, ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. എന്താ ഈ അറബിന്റെ അർത്ഥം? എന്താ ഈ അറബിന്റെ അർത്ഥം? ഇത് കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതി കൊടുത്ത കിതാബല്ലേ? ഒരു സഖാഫി എഴുതിയ കിതാബല്ലേ? എന്താ സഹോദരങ്ങളെ ഇത്? ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അപ്പൊ എന്താണ് CM മടവൂരിന്റെ മറുപടി? ഫഅബാൻ. ഫഅബാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാണ്, ഒരു സംശയമല്ല. എന്നിട്ടോ ഫൽമദഹു യഖ്സുറു അൻ ബുലൂഇൽ മഖ്സദി, എടോ ഇതുമ്മ നിൽക്കൂല, ഇതൊക്കെ വളരെ ചെറിയ പ്രശംസയാണ്, ഇതിന്റെ എത്രയോ മുകളിലാണോ ഞാനുള്ളത്. അതാണ് നേരത്തെ അനല്ലാ, ഞാൻ അള്ളയാണ്. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. അള്ളാഹുവിന്റെ മാത്രം വിശേഷണമായിട്ടുള്ള കുൻ, ഒരു കാര്യത്തോട് അതുണ്ടാകുക എന്നല്ല പറഞ്ഞാൽ അതുണ്ടാകും, ആ പദവിയിലേക്ക് വരെ CM മടവൂരിനെ എത്തിച്ചു. ഇതൊക്കെ ഉസ്താദുമാരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടു മറിഞ്ഞ് പോയിട്ട് കാര്യമില്ല. ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി അടുത്ത പുസ്തകത അതേ മടവൂരിനെ കുറിച്ച് ഫോട്ടോ സഹിതാണ് കാന്തപുരം മുസ്ലിയാർ പേര് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഈ പുസ്തകത്തിന്. ഈ പുസ്തകവുമായി കാന്തപുരം മുസ്ലിയാർക്കുള്ള ബന്ധം മനസ്സിലാക്കണം. എന്നിട്ടോ എന്താ ഇതിന്റെ ഉള്ളിലുള്ളത്? ഉസ്താദുമാരെ, സാധാരണക്കാരെ കബളിപ്പിച്ച് പറ്റിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കളിക്കുന്നത് അള്ളാഹുവിന്റെ ദീന് കൊണ്ടാണ്, നിങ്ങൾ ആക്രമിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെയാണ്, നിങ്ങൾ വേദനിപ്പിക്കുന്നത് മുവഹിദുകളെയാണ്, വിശ്വാസികളെയാണ്. എന്താ ഇതിന്റെ ഉള്ളിലുള്ളത്? അന ഖുതുബുൽ അഖ്താബി ഹഖൻ ലാ ശക്ക ഫീഹി, ഒരു സംശയവും വേണ്ട, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? സ്വന്തത്തെ പോലും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത, കഴിവില്ലാത്ത CM മടവൂര് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകളോട് പറയാ അങ്ങനൊന്നും ഇല്ല അല്ലേ? അങ്ങനെ ഇത് കുട്ടികൾ സാറ്റ് കളിക്കും പോലെ ഒളിച്ചു കളിക്കാനുള്ള സംഗതിയല്ല, ആ നിലക്ക് നടക്കൂല. ഇനി കേൾക്കിങ്ങള്, ഇനി എടവണ്ണയിൽ പ്രസംഗിച്ച ഒരാൾ, അയാൾ കുടുങ്ങുന്ന രംഗൂണി കണ്ടോളി.
അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളാഹി ആണെന്നല്ലോ. അപ്പൊ ഈ റസൂലുള്ളാഹിയെ പോലും നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്നാണ് അവരുടെ പ്രസംഗത്തിൽ നിന്നും അവരുടെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതിന്റെ മറുപടി എന്നാണ് എനിക്കറിയാനുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗക്കാരങ്ങനെ പറയുന്നു എന്നതിലേറെ നല്ലത് ഒരു കൂലി പ്രഭാഷകൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലോകത്ത് ഒരു അയിമത്തിനോ അറബിയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗമായി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ മറ്റൊരു കാര്യം, അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം, അതായത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുദബ്ബിറുൽ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ലോകം എന്ന് ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മുദബ്ബിറാണ് മടവൂർ, CM മടവൂർ എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളാണ്. ഇത് നമ്മുടെ അഖീദയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. കേട്ടല്ലോ നിങ്ങള്? എന്താ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാ? ഈ സഖാഫി എന്താ വിചാരിച്ചത്? ഇത് അങ്ങനെ പോകുന്നോ? ഇത് ഏതാ കിതാബ്? ഈ കാണിച്ച കിതാബ് അറബിയിലല്ലേ? ഇത് അറബിയിലല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു അറബി കിതാബും കിട്ടൂല. ഇങ്ങനെ എഴുതി ഉണ്ടാക്കപ്പെട്ട കിതാബുകൾ കിട്ടും. ദാ അന മുദബ്ബിറുൽ ആലം, പച്ച അറബിയിലത്. കൂലി പ്രഭാഷകൻ ആരായത്ത് ഓടിക്കൊടുത്തത്? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരല്ലേ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് ഓടിക്കൊടുത്തത്? ഇമാം റാസിയുടെ പേരിൽ കളവ് പറഞ്ഞത് ഇടവണ്ണയിൽ വെച്ച് അലവി സഖാഫി അല്ലേ ഓറിയത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന്? അതിലേക്ക് ഔലിയാക്കളെ ചേർത്ത് വെച്ചത്. എന്നിട്ട് മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടേ? അങ്ങനെ പറ്റൂല. അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നവൻ അള്ളയാണ്. ആ സംരക്ഷണത്തിൽ ഒരു കുറവുണ്ടാവില്ല. അതിനെ പൊളിക്കാൻ ആർക്കും സാധിക്കൂല. ഇതാ അറബി കിതാബ്. ഇനി നേരത്തെ വായിച്ച കിതാബിലോ അന കുതുബുൽ ആലം ലാ ശക്ക ഫീഹി, അത് അറബിയല്ലേ? അന കുതുബുൽ ആലം ഹക്കൽ ലാ ശക്ക ഫീഹി, അറബിയല്ലേ അത്? സഹോദരങ്ങളെ, ഇതിങ്ങനെ പറയണെന്താ അറിയോ? ഇത്ര നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞാലും പിന്നെയും കളവ് പറഞ്ഞു നടക്കുക. ഇത് സമൂഹത്തെ കേൾപ്പിക്കുമ്പോൾ നമുക്കുള്ളൊരു വിഷമമുണ്ട്. ഇതാണല്ലോ ഈ ഉസ്താദുമാരെ കോലം. എന്നിട്ട് ഹക്ക് നമ്മൾ പറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുക. ഇനി നോക്കി നിങ്ങൾ അടുത്ത പറയട്ടെ. ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നത് ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ബുദ്ധിപരമായി നമ്മൾ പറയുകയാണെങ്കിൽ കോസ് എഫക്ട് എന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതായത് ഇല്ലത്ത് മഅലൂല്, ഇതാണ് ഇതിന്റെ അറബിയിൽ പറയാം. ലോകം എന്ന് പറയുമ്പോൾ ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തത്, മാസിവൽ ബാരി, അള്ളാഹു അല്ലാത്തതെല്ലാം ലോകം അല്ലെങ്കിൽ ആലം എന്നതിൽ പെടുന്നതാണ്. അദ്ദേഹം പറയുന്നു ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിലെല്ലാം നിയന്ത്രണമുണ്ട്. അപ്പോ ഈ പറയുന്ന CM വലിയുള്ളാഹി അതും ആലമിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ആലമിലുള്ള ഈ CM മടവൂര് തന്നെ ആലമിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നത് അത് ഇമ്പോസിബിൾ അല്ലേ? കാരണം നിയന്ത്രിക്കുന്ന ആള് അത് ഇല്ലത്ത്, നിയന്ത്രിക്കപ്പെടുന്നത് മാലൂല്. ഇത് എങ്ങനെ ഏതായി നിയന്ത്രിക്കപ്പെടുന്ന വസ്തു എഫക്റ്റിന്റെ മുമ്പല്ലേ കോസ് ഉണ്ടാകേണ്ടത്? കാരണം ആ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് കാരണം ഉണ്ടാവണ്ടേ? അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലോകം എന്നത് എന്തിനാണോ പറയുന്നത് അത് ഉണ്ടാകുന്നതിന്റെ മുമ്പ് CM ഉണ്ടായി എന്ന് പറയണം. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്, മനസ്സിലായോ? ഇത് നമ്മൾ നന്നായി വയന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചപ്പോ ഓർക്കും തോന്നി ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാൻ. ആരെ പൂട്ടാൻ? ഇവരെ പിന്നാലെ ഓടുന്ന ഒരു ടീമുണ്ട്, കുരുവട്ടൂരിസം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രൂഫ് പോയിന്റ് അതാണ്, എല്ലാവരും കേൾക്കണം. ഇന്നത്തെ പ്രൂഫ് പോയിന്റിൽ കുരുവട്ടൂരിസം പൊളിക്കുകയാണ്. നൗഷാദ് ഹസനിയും മൂപ്പരെ പിന്നാലുള്ള ആളുകളും ഇവരെ പിന്നാലെ വടെടുത്ത് കൂടിക്കുക. അവരെ തോൽപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ച ചോദ്യം തിരിച്ചു ചോദിക്കുക. സഖാഫി, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ? വളരെ വിനയത്തോടെ പറയാനുള്ളത് എന്താ അറിയോ? തൽക്കാലം ആ കുപ്പായം മാറ്റിയിട്ട് ഇങ്ങോട്ട് പോരി, അതേ പറ്റുള്ളൂ. ഈ മുദബ്ബിറുൽ ആലം വിഷയം വന്നപ്പോ മൊഹീദ്ദീൻ മാല വെച്ച് നമ്മൾ ചോദിച്ചു. എന്ന് ചോദിച്ചത്, അങ്ങനെയെങ്കിൽ
ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ. ഭൂമി ഉരുണ്ട പോലെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിലാണെങ്കിൽ അപ്പൊ ഷെയ്ഖ് എവിടെ ഉണ്ടാകുക? ഒന്ന്. രണ്ടോ, ഷെയ്ഖിന് മുമ്പ് ഭൂമി ആരെ കയ്യിലായിരുന്നു? നമ്മൾ ചോദിച്ചതാ. ആ ചോദ്യം ആരോട്? എതിരാളികളോട് ചോദിക്കുന്നു. ആരെ വെച്ചിട്ട്? CM മടവൂരിനെ വെച്ചിട്ട്. നേരത്തെ ഞാൻ വായിച്ച ഈ സാധനല്ലേ, ഇ കെ അബൂബക്കർ മുസ്ലിയാരും EK ഹസൻ മുസ്ലിയാരും ഒക്കെ ഷിർക്കിലാണോ എന്ന് കുരുവട്ടൂർ വിഭാഗം ആരോട് ചോദിക്കുന്നുണ്ട്? ഈ സഖാഫികളോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്തതാ. ഇനി ഈ സഖാഫി ചെയ്യേണ്ട പണി എന്താ അറിയോ? പറ്റുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ മർക്കസിക്ക് പോകുക, കാരന്തൂർക്ക് പോകുക, അല്ലെങ്കിൽ നാളെ പോയാലും മതി. അയാൾ പോയിട്ട് കാന്തപുര ഉസ്താദിനോട് പറയണം, പൊന്നാര ഉസ്താദെ, നിങ്ങൾ അവതാരിയായി കൊടുത്ത പുസ്തകത്തിൽ ഗതികേട് നിങ്ങൾ ഇതുകൊണ്ട് കുടുങ്ങിക്കപ്പോ ഞങ്ങൾ. എന്താണ് ആ പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കോസ്റ്റ് ഇമ്പോസിബിൾ അല്ലെ? എങ്ങനെ ഉസ്താദെ നമ്മളെ ഷെയ്ഖായ CM മടവൂര് എവിടെയപ്പ ഉണ്ടാകുക? CM മടവൂരിന് മുമ്പ് എവിടെ ഉണ്ടാകുക? ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കണം എന്നറിയോ? കാന്തപുരം ഉസ്താദിന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത്രേ വേണ്ടതുള്ളൂ. അത് ചെയ്താൽ മതി നിങ്ങൾ. കാരണം ഇതൊന്നും ഞങ്ങളെ നേരെ വയത് പറഞ്ഞു വിടേണ്ട സംഗതിയല്ല. ഇത് കുടുങ്ങിയപ്പോ നിങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നു. ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചല്ലോ, എത്രത്തോളം നിങ്ങൾ CM സ്മരണിക എവിടെയൊക്കെ വായിച്ചു, അവിടെയും നിങ്ങൾ ഉത്തരം പറയാൻ നോക്കിയത് അത് കൊടുത്ത കഴിവാണ്. ഇതാ വീണ്ടും ചോദിക്കുന്നു, വലിയുള്ളാഹി CS സ്മരണിക എത്ര കൊല്ലമായി എന്താ നിങ്ങൾ പിൻവലിക്കാത്തത്? സഹോദരങ്ങളെ, എന്താ ഇതിലുള്ളത്? വളരെ പേടിയോടെ കേൾക്കണം. അല്ല കാണും പോലെ കാണുകയും അല്ല കേൾക്കും പോലെ കേൾക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുക. ആര്? CM മടവൂർ. സാധാരണക്കാരെ ആലോചിക്കും. സൂറത്തുൽ ഇഖ്ലാസ് മനപ്പാടമുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ? എന്താ അതിൽ പഠിപ്പിച്ചത്? അല്ലാഹ്ക്ക് തുല്യരായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ ആരുമില്ല. അതല്ലേ ഖുർആന്റെ പ്രയോഗം? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹനെ പോലെ ആരുമില്ല. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുതേ. എത്ര ആയത്തുകളാണ്. എന്നിട്ട് എഴുതി വച്ചിരിക്കുന്നു, അല്ല കാണും പോലെ കാണുക, അല്ല കേൾക്കും പോലെ കേൾക്കുക, അല്ല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ഇതാണോ ഇസ്ലാം? അല്ലാഹ്ക്ക് തുല്യത ഉണ്ടാക്കലാണോ ഇസ്ലാം? അല്ലാഹ്ക്ക് പങ്കാളികൾ ഉണ്ടാക്കലാണോ ഇസ്ലാം? അത് മറച്ചു വെച്ചിട്ട് ഞങ്ങളെ കുറെ ചീത്ത പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇനി കേൾക്കും, സാക്ഷാൽ വഹാബ് സഖാഫി പറയട്ടെ. മുസ്ലിമീങ്ങളെ, മുജാഹിദുകളെ, സുന്നി മൂല്യന്മാര് ഖുറാഫികളാ നിങ്ങൾ പറഞ്ഞോളി. ഓല് കഥയില്ലാത്തവരാ നിങ്ങൾ പറഞ്ഞോളി. അവർ ലോകം നിയന്ത്രിക്കാൻ വേറെ ആരോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മൗലവിമാര് ദുർവ്യാഖ്യാനിച്ച് ഛർദിക്കുന്നതും ചില അല്പന്മാര് വിളിച്ചു പോകുന്നതും നിങ്ങൾ അണ്ണാക്കോടാതെ വിഴുങ്ങിക്കോളി. അപ്പൊ മൂപ്പർക്ക് അറിയാം ഓല് ഖുറാഫികളാണ് എന്നുള്ളത്. ഒന്ന്. രണ്ട്, അല്പന്മാർ. ആരാ അല്പന്മാർ? ഇതാ നമ്മളാരും അല്ല. അബ്ദുൽ ബസീർ സഖാഫി, കാന്തപുരം മുസ്ലിയാർ, നമ്മളല്ല. ഇതാ കിതാബ്. ഷംസുദ്ദീൻ കഴക്കൂട്ടം, ഷംസുദ്ദീൻ മുസ്ലിയാർ കഴക്കൂട്ടം അല്ലേ? ഞങ്ങളാരുമല്ല. അപ്പോ ആ അല്പന്മാർ എന്ന് നിങ്ങൾ പ്രയോഗിച്ചത് നിങ്ങളെ ഉസ്താദുമാരെ പറ്റിയാണ്. ഞങ്ങളാരും അങ്ങനെ ആ നിലക്ക്, ഞങ്ങൾ വളരെ നല്ല നിലക്കാണ് പറഞ്ഞു തരുന്നത്. ആയത്തോ ഹദീസോ ഓതി പറഞ്ഞു തരികയാണ്. അതിൻ്റെ സങ്കടം നിങ്ങൾ അങ്ങനെ തീർക്കുന്നതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്താണെന്നറിയോ? ഇനി അള്ളാഹുവിന് തന്നെ പങ്കാളികളെ ഉണ്ടാക്കണം എന്നാണ് ഇവരെ ആഗ്രഹം. കേൾക്കാൻ കേട്ടോ. അള്ളാഹ്ക്ക് തന്നെ പങ്കാളികളെ ഉണ്ടാക്കണം, അതാണ് ഇവരെ ആഗ്രഹം. കേട്ടോളി, പറയട്ടെ. അപ്പൊ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അഭൗതികമായ ഒരു കാര്യം അള്ളാഹുവിന് ചെയ്തു തരാൻ പറ്റുമോ ഏത് ആവട്ടെ, ഞങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്. എന്താ നിങ്ങളെ മറുപടി? പറഞ്ഞാണ്. ഞാൻ ചോദിച്ചില്ല, മറുപടി ഇല്ല. കാരണം മറുപടി ഒറ്റ വാക്കേന് മറുപടി അല്ല. ആ മറുപടി പറഞ്ഞ നീ മുജാഹിദ് പ്രസ്ഥാനം ഇടവണ്ണന്നല്ല, ലോകത്തിലെ മുഴുവൻ ഭാഗത്തും പിരിച്ചുവിടേണ്ടി വരും. കേട്ടല്ലോ സഹോദര, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തെ ബാധിക്കണ വിഷയമല്ല, ഇത് ഇസ്ലാമിനെ ബാധിക്കണ കേസാ. എന്തേ? അള്ളാഹ്ക്ക് പങ്കാളികൾ ഉണ്ടാക്കി ആണോ? ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ആരതാ? അള്ളാന്റെ മാത്രം അവകാശമല്ലേ? അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തവനാണോ എന്ന് ചോദിപ്പിക്കുക.
അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം പറയണം. എന്നിട്ട് ഷിർക്കിന് തെളിവുണ്ടാക്കണം. ഇത് നമ്മൾ കൂട്ടിലങ്ങാടി വെച്ചൊന്ന് പിടിച്ചു. അപ്പൊ മൂപ്പർക്കൊന്ന് ഇളകി. മൂപ്പര് ഇളകിയപ്പോ ഉണ്ടായ പ്രശ്നം എന്താ അറിയോ? മൂപ്പര് ഇളകിയപ്പോ എല്ലാം റെഡിയായി. മൂപ്പർക്കുള്ള ഉത്തരം മൂപ്പരെന്നെ പറയുന്നു കേട്ടോളി. അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാവുന്നു. എത്ര കൃത്യമാണ് 4 കാര്യങ്ങൾ. ഒന്ന് ആലമിന്റെ തദ്ബീർ, രണ്ടാമത്തത് ഖൽഖുൽ അജ്സാം, മൂന്നാമത്തേത് ഇസ്തിഖാഖുൽ ഇബാദത്ത്, നാലാമത്തത് ഖദീമായിരിക്കുക എന്നത്. ഈ 4 ഗുണങ്ങളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ദാത്തിയായിട്ടോ അതായിയായിട്ടോ ഒരു സൃഷ്ടിക്കും ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മുടെ തൗഹീദ്. കേട്ടല്ലോ, നല്ല തൗഹീദാണ്. ഏതാ തൗഹീദ്? എടവണ്ണെന്ന് ചോദിച്ചത് എന്താ അറിയോ? അള്ളാഹ് അവന്റെ ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുക്കാൻ കഴിയാത്തവനാ നിങ്ങൾക്ക് വാദമുണ്ടോ ചോദിച്ചാൽ ഇപ്പൊ പറയണെന്താ അറിയോ? അള്ളാഹ് അത് ദാത്തിയായിട്ടും കൊടുക്കൂല അതായി ആയിട്ടും കൊടുക്കൂല. എന്താ അറബി വാക്കിന്റെ അർത്ഥം? ദാത്തിയായി കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് സ്വയം വിട്ടുകൊടുക്കൂല ഒന്ന്. ഇനി അതായി കൊടുക്കുക പറഞ്ഞാലോ അള്ളാഹ് അയാൾക്ക് കൊടുക്കൂല. കൊടുത്ത കഴിവേ അത് രണ്ടും ഉണ്ടാകൂല. അപ്പൊ 4 അള്ളാന്റെ ഒരു വിശേഷണം അല്ല എന്ത് ചെയ്യൂല? സൃഷ്ടികൾക്ക് കൊടുക്കൂല. സഹോദരങ്ങൾ, അങ്ങനെ കൊടുത്താൽ സൃഷ്ടി സിട്ടാവ് എന്ത് വ്യത്യാസം? അതുപോലും വേർതിരിച്ചറിയാൻ ഈ സാധുക്കൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഇവരാദ്യം മുതൽ പഠിച്ചു വരണം. വളരെ വളരെ താഴെ തട്ടിലാണ് ഇവരുള്ളത്. ഇവർ പഠിച്ചു വരണം. ഇനി അടുത്തൊരു ഉത്തരം കൂടി കണ്ടോളി. അതല്ല, അത് അള്ളാഹുവിന്റെ കുദറത്തിന്റെ തഹ്തിൽപ്പെട്ടതാണോ? അതായത് മറ്റൊരു ഇലാഹിനെ അള്ളാഹുവിന് ഉണ്ടാക്കാൻ കഴിയുമോ? അത് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അള്ളാഹുവിന്റെ കുദറത്തിൽപ്പെട്ട കാര്യം അല്ല അത് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കണ്ടോ, അത് ഇമ്പോസിബിൾ, അസാധ്യമാണ്. അങ്ങനെ ഉണ്ടാവൂല. ഏത്? അള്ളാന്റെ കഴിവ് അത് സൃഷ്ടിക്ക് കൊടുക്കൂല എന്നുള്ളത് അസാധ്യമാണ്. അത് നടക്കൂല. ഇങ്ങനെ ഈ ഉത്തരം പറയേണ്ട അവസ്ഥയ്ക്ക് ഇപ്പൊ ആരെത്തി? ഇത് ചോദിച്ച് വട്ടം കറങ്ങിയ ആളുകൾ എത്തി. ഇതാ പറഞ്ഞത്, തൗഹീദ് വിട്ടാൽ അങ്ങനെ അതിലെയും ഇതിലെയും ഒക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം എന്തെങ്കിലും വഴിയിലൂടെ ഒന്ന് ഏച്ചുകൂട്ടി അരൂക്കെത്തും. അതാണ്. അതുകൊണ്ട് ഈ സഖാഫിയോട് വളരെ ഗുണകാംക്ഷയോടെ പറയാനുള്ളത്, ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കണം. എന്താണ് ശിർക്ക് എന്ന് പഠിക്കണം, എന്താണ് തൗഹീദ് എന്ന് പഠിക്കണം. എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം. അത്രേ പറയാനുള്ളൂ. അല്ലാതെ അവിടുന്ന് ഇവിടുന്നും കിട്ടിയത് ഇങ്ങനെ ആളുകളോട് പറഞ്ഞ് നടക്കരുത്. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ആദർശപരമായി വലിയ അബദ്ധത്തിലേക്ക്, വലിയ മാറ്റങ്ങളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നിട്ടാണ് പറയണത് ഞങ്ങൾക്ക് യാതൊരു മാറ്റമില്ല, ഒന്നുമില്ല. കണ്ടോളിങ്ങൾ, ആ മാറ്റത്തെ പറ്റി മൂപ്പര് പറയുന്നൊരു കാര്യം കേട്ടോളി. വഹാബ് സഖാഫി പറയട്ടെ. ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇന്ന് വരെ മാറ്റിയിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ചേഞ്ച് വരുത്തിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ പുരോഹിതന്മാരുടെ തൊലിക്കട്ടി അപാരമാകണ്ടേ. കണ്ടാമൃഗം പോലും അവരെ കണ്ട് നാണിച്ചു പോകണ്ടേ. അപ്പൊ കേട്ടല്ലോ എന്താ പറഞ്ഞത്? ഈ മാറ്റം വല്ലാത്ത മാറ്റാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ എന്താ വെച്ചാൽ തൗഹീദിനെ കുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2 കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഹുത്തുബന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അവിടെ പറഞ്ഞു ഹുത്തുബ ഭാഷന്റെ കാര്യം. എല്ലായിടത്തും അറബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുത്തുബന്റെ ശൈലി പറഞ്ഞു. എങ്ങനെ ഹുത്തുബ എങ്ങനെ? ആയത്തോതി ഹദീസ് ഓതി ഹുത്തുബ നടത്തണം. അതാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഹുത്തുബ നടത്തിയ പോലെ നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ ചോദിക്കാൻ ആവേശത്തിൽ, നിസ്കാരം അറബിയിലല്ലേ, ബാങ്ക് അറബിയിലല്ലേ, ഹജ്ജിന്റെ കാര്യങ്ങൾ അറബിയിലല്ലേ, അപ്പൊ ഖുതുബി അറബിയിലല്ലേ? അതെങ്ങനെ കിട്ടുക? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കുക. അതേപോലെ ഖുദു അന്നി മനാസികക്കും, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ ഖുതുബ പറഞ്ഞ പോലെ നിങ്ങൾ ഖുതുബ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല. ഇനി അങ്ങനെ പറയുന്ന ആളുകൾ അവരെ പള്ളികളിൽ നുബാത്തി ഏതാ ഓതുന്നത്? ഒന്ന് നുബാത്തി ഖുതുബ, മറ്റൊന്ന് നെല്ലിക്കുത്തി ഖുതുബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബയാണോ? അല്ല. ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാണ് ഖുതുബ വേണ്ടത്. ഷാഫി മദ്ഹബിന്റെ വരെ അഭിപ്രായമല്ലേ അത്? തറാവീഹിന്റെ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തല്ലേ നിർവഹിച്ചത്? അതല്ലേ ഫതുഹുൽ ബാരിയിൽ വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറഞ്ഞത്? അതല്ലേ അൽഹാവിൽ ഫത്താവിൽ എടുത്തു പറഞ്ഞത്? എന്നിട്ട് ഇങ്ങനെ ശബ്ദിച്ചു പോകുക, അതുകൊണ്ട് കാര്യമില്ല. അതേപോലെ സ്ത്രീ ജുമാ ജമാഅത്തിന്റെ വിഷയം ആ നിലക്കല്ലേ പഠിപ്പിച്ചത്?
അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസ കർമ്മ മേഖലകളിൽ നമുക്ക് യാതൊരു തകരാറും പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റീന്ന് ഒരു 100 വട്ടം പറഞ്ഞിട്ട് എന്തോ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വരുത്താൻ തീരുമാനിച്ചാൽ അതിൻ്റെ അപകടം എവിടെ ഉണ്ടാകുക അറിയോ? അങ്ങനെ തീരുമാനിച്ചവരിലാണ് അതിൻ്റെ അപകടം ഉണ്ടാകുക. ആ അപകടം ഒരു മുസ്ലിയാർ തന്നെ പറയുന്നു. ആ പ്രശ്നത്തിൻ്റെ അപകടം അത് അവസാനത്തെ ആ സംഗതി ഒന്ന് കേൾക്കുക. സമസ്തൻ്റെ എപ്പത്തെ കോലത്തെ പറ്റി പറയുന്നു കേൾക്കുക. പാർട്ടികളായി പിരിയുക. ഇപ്പൊ തിരിഞ്ഞു, അയ്യൊന്ന് പിന്നെയും തിരിഞ്ഞു, തിരിഞ്ഞുമെന്ന് കൂടി പിന്നെ തിരിഞ്ഞു, പിന്നെ തിരിഞ്ഞും കൂടി പിന്നെയും തിരിയും. നൂൽപുട്ട് പോലെയാണ് ആകുന്നത്. പുട്ടും നൂൽപുട്ടാണ് വ്യത്യാസമുണ്ട്. പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ പശള്ളൊന്നുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുറത്ത് വരുമ്പോഴത്തിന് പിരിയും. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു. ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ്. നൂൽപുട്ട് സുന്നികൾ എന്ന് പറയാം. ഇപ്പോഴത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന്. പറ്റി പുട്ടായിരുന്നു. തമ്മിലൊക്കെ കാരണന്മാർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഉണ്ടാവില്ല. ഒക്കെ പുട്ട് നല്ല 2 ഭാഗത്തും നല്ല തേങ്ങട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നൂൽപുട്ടിനും പുതിയ ഒരു സാധനം ഉണ്ടാവും. നൂൽപുട്ട് എങ്ങനെയോ എന്തേ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അധികം ഉള്ളിലേക്ക് ഇറക്കരുത്. ആദർശപരമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും നടക്കട്ടെ. ഇതൊക്കെ കാണിക്കണം എന്തിനാണ് സഹോദരങ്ങളെ? ആരും വേദനിപ്പിക്കാനല്ല. ഇതിനേക്കാൾ വലിയ വേദനകൾ സലഫികൾ മുജാഹിദ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആര് കാരണം? സാധാരണക്കാർ കാരണമല്ല, ഈ ഉസ്താദുമാർ കാരണം. സാധാരണക്കാർ ഇത് അവർ പാവങ്ങൾ, സാധുക്കളാണ്. ഈ ഉസ്താദുമാരത്താണ് കാര്യം എന്ന് കരുതി നടക്കുകയാണ്. ഉസ്താദുമാരെ ഇപ്പോഴത്തെ അവസ്ഥയെ പറഞ്ഞത്. പഴയകാല ഉസ്താദുമാരെ തള്ളുക. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ അലവി സഖാഫി തള്ളണമെങ്കിൽ എത്രത്തോളം കൊണ്ടിട്ടുണ്ട് ആലോചിച്ചേക്കാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ തള്ളി, അങ്ങനെ തള്ളു ഓരോരുത്തർ. ആ തള്ളൽ അവസാനം അതവർക്ക് ഒരു ശീലമായി മാറുന്ന അവസ്ഥ വരും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ആലോചിക്കുക. ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിനെ യഥാവിധി ശരിയായ രൂപത്തിൽ നമ്മൾ കേൾക്കുക. ചാഞ്ഞും ചെരിഞ്ഞും തെറ്റിയും പോകാൻ എളുപ്പമാണ്. പക്ഷേ സിറാത്തുൽ മുസ്തഖീമിന്റെ ആ ഒരു ചിറകിലേക്ക് ഒതുങ്ങിക്കൂടുക എന്നത് വളരെ പ്രയാസമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. ഈ നിലക്കുള്ള ചർച്ചകളും സംസാരങ്ങളും അല്പം വൈകാരികമായി പറയലുമൊക്കെ ഇത് അള്ളാഹുവിൻ്റെ ദീനായതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അള്ളാഹിന്റെ ദീനായതുകൊണ്ടാണ്. ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്നൊരു ദേഷ്യവും ഒരു വൈകാരികമൊക്കെ വരുമല്ലോ, ചോദ്യം ചെയ്യലൊക്കെ. എന്തേ? അത് ആ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് അള്ളാഹിന്റെ ദീനിനെ ബാധിക്കുന്ന കുഴപ്പമാണ്. അതുകൊണ്ട് നന്നായി ആലോചിക്കുക. നാളെയുടെ ലോകം ആരും തുണയില്ലാത്ത ലോകം. മാതാപിതാക്കളും സഹോദരങ്ങളും ഇണകളും സന്താനങ്ങളും എല്ലാവരും നമ്മളെ വിട്ടുപോകുന്ന ആ ലോകം നമുക്ക് യഥാർത്ഥ വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളിലൂടെ നാളെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്ക് വിചാരണ എളുപ്പമായി ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ച് സിറാത്ത് പാലത്തിലൂടെ കയറി വലത് കൈകൊണ്ട് ഏടുവാങ്ങി കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന സമാധാനത്തിന്റെ ആ സംസാരം കേട്ട് സ്വർഗീയ കവാടങ്ങൾ കയറി അനുഗ്രഹങ്ങളുടെ അനുഭൂതിയുടെ അറ്റമില്ലാത്ത ലോകമായ ആ സ്വർഗത്തിൽ ആനന്ദിക്കാൻ, സുഖിക്കാൻ, കഴിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ, തെറ്റുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ലോകത്തുടനീളം ഒരുപാട് പരീക്ഷണങ്ങളും പീഡനങ്ങളും സഹിച്ച് ക്ഷമയോടെ പ്രാർത്ഥനയോടെ കഴിയുന്ന വിശ്വാസികളുണ്ട്. അവർക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര വലിയ പരീക്ഷണങ്ങൾക്ക് നടുവിലാണെങ്കിലും ഇസ്ലാമിൻ്റെ ആശയം മുറുകെ പിടിച്ച്
വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് നബിചര്യയെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.